പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. പ്രിയപ്പെട്ട ദൈവമക്കൾ, ഏറ്റവും ഭക്തിയോടെ ദൈവകൃപയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ വലിയ ധ്യാനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. വിശുദ്ധവാരത്തിൻ്റെ ഈ ധ്യാനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ദൈവകൃപകൾ ഒഴുകുന്ന ഈ നല്ല ദിനത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേക അനുഗ്രഹങ്ങൾ സഭ മുഴുവൻ്റെ മേലും ചൊരിയപ്പെടാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. വലിയ തീഷ്ണതയോടെ, വലിയ വിശ്വാസത്തോടെ നമുക്ക് ഈ ശുശ്രൂഷ പങ്കെടുക്കാം. പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ ശുശ്രൂഷയിലേക്ക് കടന്നു വരാം. ഏകമനസ്സോടെ നമുക്ക് ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ച് പരിശുദ്ധാത്മാവിനെ വിളിച്ചുകൊണ്ട് നമുക്ക് ദൈവകൃപയുടെ മണിക്കൂറിലേക്ക് നമുക്ക് പ്രവേശിക്കാം. അപ്പോസ്തലർ ആരാധിച്ചൊരു പരിശുദ്ധാത്മാവേ, വിശ്വാസത്താൽ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. അപ്പോസ്തലർ ആരാധിച്ചൊരു പരിശുദ്ധാത്മാവേ, വിശ്വാസത്താൽ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. മാളിക മുറിയിൽ തീയായി വന്നൊരു പരിശുദ്ധാത്മാവേ, ദാഹത്തോടെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. മാളിക മുറിയിൽ തീയായി വന്നൊരു പരിശുദ്ധാത്മാവേ, ദാഹത്തോടെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. നിറയണമേ നീ ഇന്നെന്നുള്ളിൽ തീനാവുകളാ, ഒഴുകണമേ നീ ഇന്നെന്നുള്ളിൽ പുതിയൊരു നദിയായി. നിറയണമേ നീ ഇന്നെന്നുള്ളിൽ തീനാവുകളാ, ഒഴുകണമേ നീ ഇന്നെന്നുള്ളിൽ പുതിയൊരു നദിയായി. ചെങ്കട പോലും രണ്ടായി മാറ്റിയ അഭിഷേക കാറ്റേ, അസ്ഥികൾ നിറയും താഴ്വരയിൽ പുതുജീവൻ പകരണമേ. ചെങ്കട പോലും രണ്ടായി മാറ്റിയ അഭിഷേക കാറ്റേ, അസ്ഥികൾ നിറയും താഴ്വരയിൽ പുതുജീവൻ പകരണമേ. അപ്പോസ്തലർ ആരാധിച്ചൊരു പരിശുദ്ധാത്മാവേ, വിശ്വാസത്താൽ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. അപ്പോസ്തലർ ആരാധിച്ചൊരു പരിശുദ്ധാത്മാവേ, വിശ്വാസത്താൽ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. മാളിക മുറിയിൽ തീയായി വന്നൊരു പരിശുദ്ധാത്മാവേ, ദാഹത്തോടെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. മാളിക മുറിയിൽ തീയായി വന്നൊരു പരിശുദ്ധാത്മാവേ, ദാഹത്തോടെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. പരിശുദ്ധാത്മാവേ, യോർദാൻ നദിയിൽ മാടപ്രാവിൻ രൂപത്തിൽ വന്ന് യേശുവിനെ മരുഭൂവിൽ നയിച്ചൊരു പരിശുദ്ധാത്മാവേ, സാത്താൻ മുന്നിൽ പ്രലോഭനത്തിൽ തെല്ലും പതറാതെ അഭിഷേകത്തോടെ എന്നെ നയിക്കും പരിശുദ്ധാത്മാവേ. സാത്താൻ മുന്നിൽ പ്രലോഭനത്തിൽ തെല്ലും പതറാതെ അഭിഷേകത്തോടെ എന്നെ നയിക്കും പരിശുദ്ധാത്മാവേ. നിറയണമേ നീ ഇന്നെന്നുള്ളിൽ തീനാവുകളാ, ഒഴുകണമേ നീ ഇന്നെന്നുള്ളിൽ പുതിയൊരു നദിയായി. നിറയണമേ നീ ഇന്നെന്നുള്ളിൽ തീനാവുകളാ, ഒഴുകണമേ നീ ഇന്നെന്നുള്ളിൽ പുതിയൊരു നദിയായി. ചെങ്കട പോലും രണ്ടായി മാറ്റിയ അഭിഷേക കാറ്റേ, അസ്ഥികൾ നിറയും താഴ്വരയിൽ പുതുജീവൻ പകരണമേ. ചെങ്കട പോലും രണ്ടായി മാറ്റിയ അഭിഷേക കാറ്റേ, അസ്ഥികൾ നിറയും താഴ്വരയിൽ പുതുജീവൻ പകരണമേ. അപ്പോസ്തലർ ആരാധിച്ചൊരു പരിശുദ്ധാത്മാവേ, വിശ്വാസത്താൽ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. അപ്പോസ്തലർ ആരാധിച്ചൊരു പരിശുദ്ധാത്മാവേ,
വിശ്വാസത്താൽ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. യേശുവിൻ വസ്ത്രത്തുമ്പിൽ തൊട്ടപ്പോൾ യേശുവിൽ നിന്നും നിർഗമിച്ചൊരു പരിശുദ്ധാത്മാവേ, വിശ്വാസത്താൽ യേശുവിൻ വസ്ത്രത്തുമ്പിൽ തൊട്ടപ്പോൾ യേശുവിൽ നിന്നും നിർഗമിച്ചൊരു പരിശുദ്ധാത്മാവേ, ചങ്ങലയാകും കൈത്താളത്താൽ ഞങ്ങൾ സ്തുതിക്കുമ്പോൾ ക്ഷണനേരത്തിൽ വിടുവിച്ചിടും പരിശുദ്ധാത്മാവേ, ചങ്ങലയാകും കൈത്താളത്താൽ ഞങ്ങൾ സ്തുതിക്കുമ്പോൾ ക്ഷണനേരത്തിൽ വിടുവിച്ചിടും പരിശുദ്ധാത്മാവേ, നിറയണമേ നീ എന്നുള്ളിൽ തീനാവുകളാൽ, ഒഴുകണമേ നീ എന്നുള്ളിൽ പുതിയൊരു നദിയായി, നിറയണമേ നീ എന്നുള്ളിൽ തീനാവുകളാൽ, ഒഴുകണമേ നീ എന്നുള്ളിൽ പുതിയൊരു നദിയായി, ചെങ്കടലോലും രണ്ടായി മാറ്റിയ അഭിഷേക കാറ്റേ, അസ്ഥികൾ നിറയിൽ താഴ്വരയിൽ പുതുജീവൻ പകരണമേ, ചെങ്കടലോലും രണ്ടായി മാറ്റിയ അഭിഷേക കാറ്റേ, അസ്ഥികൾ നിറയിൽ താഴ്വരയിൽ പുതുജീവൻ പകരണമേ, അപ്പസ്തോലർ ആരാധിച്ചൊരു പരിശുദ്ധാത്മാവേ, വിശ്വാസത്താൽ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു, അപ്പസ്തോലർ ആരാധിച്ചൊരു പരിശുദ്ധാത്മാവേ, വിശ്വാസത്താൽ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു, മാളികമുറിയിൽ തീയായി വന്നൊരു പരിശുദ്ധാത്മാവേ, ദാഹത്തോടെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു, മാളികമുറിയിൽ തീയായി വന്നൊരു പരിശുദ്ധാത്മാവേ, ദാഹത്തോടെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു, നിറയണമേ നീ ഇന്നെന്നുള്ളിൽ തീനാവുകളാൽ, ഒഴുകണമേ നീ ഇന്നെന്നുള്ളിൽ പുതിയൊരു നദിയായി, നിറയണമേ നീ ഇന്നെന്നുള്ളിൽ തീനാവുകളാൽ, ഒഴുകണമേ നീ ഇന്നെന്നുള്ളിൽ പുതിയൊരു നദിയായി, ചെങ്കട പോലും രണ്ടായി മാറ്റിയ അഭിഷേക കാറ്റേ, അസ്ഥികൾ നിറയും താഴ്വരയിൽ പുതുജീവൻ പകരണമേ, ചെങ്കട പോലും രണ്ടായി മാറ്റിയ അഭിഷേക കാറ്റേ, അസ്ഥികൾ നിറയും താഴ്വരയിൽ പുതുജീവൻ പകരണമേ.
മിശിഹായിൽ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ദിനം നാം ധ്യാനിക്കാൻ പോകുന്ന വലിയൊരു വചനമുണ്ട്. ഹൃദയത്തിൽ സൂക്ഷിക്കേണ്ടതും ഹൃദയത്തിൽ എഴുതി വെക്കേണ്ടതുമായ തിരുവചനമാണ്. ആ വചനം നമ്മുടെ ഹൃദയത്തിലേക്ക് വരാൻ പോവുകയാണ്. നമുക്ക് തുറന്ന ഹൃദയത്തോടെ സ്വീകരിക്കാം. ഉൽപ്പത്തി പുസ്തകത്തിന്റെ 32-ാം അധ്യായം 22 മുതൽ 32 വരെയുള്ള തിരുവചനം നമ്മൾ ധ്യാനിക്കുകയാണ്. യാക്കോബിന്റെ മൽപിടുത്തം. ആ രാത്രി തന്നെ യാക്കോബ് തൻ്റെ 2 ഭാര്യമാരെയും 2 പരിചാരകരെയും 11 മക്കളെയും കൂട്ടിക്കൊണ്ട് യാബോക്ക് എന്ന കടവ് കടന്നു. അവരെ അവൻ പുഴയ്ക്കക്കരെ കടത്തിവിട്ടു. തൻ്റെ സമ്പാദ്യം മുഴുവൻ അക്കരെ എത്തിച്ചു. യാക്കോബ് മാത്രം ഇക്കരെ നിന്നു. അവിടെ വെച്ച് ഒരാൾ നേരം പുലരുന്നതുവരെ അവനുമായി മൽപിടുത്തം നടത്തി. കീഴടക്കാൻ സാധ്യമല്ലെന്ന് കണ്ടപ്പോൾ അവൻ യാക്കോബിന്റെ അരക്കെട്ടിൽ തട്ടി. മൽപിടുത്തത്തിനിടയിൽ യാക്കോബിന്റെ തുട അരക്കെട്ടിൽ നിന്ന് തെറ്റി. അവൻ പറഞ്ഞു, നേരം പുലരുകയാണ്, ഞാൻ പോകട്ടെ. യാക്കോബ് മറുപടി പറഞ്ഞു, എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ അങ്ങേ ഞാൻ വിടുകയില്ല. അവൻ ചോദിച്ചു, നിന്റെ പേരെന്താണ്? യാക്കോബ് അവൻ മറുപടി പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞു, ഇനിമേൽ നീ യാക്കോബ് എന്നല്ല, ഇസ്രായേൽ എന്ന് വിളിക്കപ്പെടും. കാരണം ദൈവത്തോടും മനുഷ്യരോടും നീ മല്ലിട്ട് ജയിച്ചിരിക്കുന്നു. യാക്കോബ് അവനോട് പറഞ്ഞു, അങ്ങയുടെ പേര് എന്നോട് പറയണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. എന്തിനാണ് എൻ്റെ പേരറിയുന്നത്? അവൻ ചോദിച്ചു. അവിടെ വെച്ച് അവൻ യാക്കോബിനെ അനുഗ്രഹിച്ചു. ദൈവത്തെ ഞാൻ മുഖത്തോട് മുഖം കണ്ടു, എന്നിട്ടും ഞാൻ ജീവനോടെ ഇരിക്കുന്നല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് യാക്കോബ് ആ സ്ഥലത്തിന് പെനുവേൽ എന്ന് പേരിട്ടു. അവൻ പെനുവേൽ കടന്നപ്പോഴേക്കും സൂര്യൻ ഉദിച്ചു. ഉളുക്ക നിമിത്തം അവൻ ഞൊണ്ടുന്നുണ്ടായിരുന്നു. അവിടുന്ന് യാക്കോബിന്റെ അരക്കെട്ടിൽ തട്ടിയത് കൊണ്ട് തുടയും അരയും തമ്മിൽ ബന്ധിക്കുന്ന സ്നായു ഇസ്രായേൽക്കാർ ഇന്നും ഭക്ഷിക്കാറില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പൂർവപിതാവായ യാക്കോബിന്റെ ജീവചരിത്രം നമ്മുടെ ഹൃദയത്തിൽ ഒരിക്കലും മറക്കരുത്, സൂക്ഷിക്കണം. ഈ വിശുദ്ധ വാരത്തിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ, അല്ലെങ്കിൽ ഈ ദിനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ, നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ സൂക്ഷിക്കേണ്ട ഏറ്റവും വലിയ കാര്യം ദൈവവുമായിട്ടുള്ള നമ്മുടെ ബന്ധമാണ്. നമുക്കൊരു യാക്കോബിന്റെ ചരിത്രം തുടങ്ങുമ്പോൾ ഒരുപാട് സംഭവങ്ങളുണ്ട്. അത് ഏറ്റവും മർമ്മപ്രധാനമായ കാര്യം അവനും അവന്റെ സഹോദരനും തമ്മിലുണ്ടാകുന്ന ചില പ്രശ്നങ്ങളും. ഇവൻ കടിഞ്ഞിൽ പുത്ര സ്ഥാനം സ്വന്തമാക്കാൻ വേണ്ടി അവൻ പായസം വിറ്റ്, അല്ലെങ്കിൽ പായസം കൊടുത്ത് അവനത് തൻ്റെ സഹോദരന് വാങ്ങുന്ന സംഭവമുണ്ട്. അതിനുശേഷം ഇവന് ഇവന്റെ അപ്പനായ ഇസ്ഹാക്കിന്റെ അനുഗ്രഹം മേടിക്കുന്നുണ്ട്. ഒരു കൈവെപ്പ് പ്രാർത്ഥന കിട്ടുന്നുണ്ട്. ഇസ്ഹാക്കിന്റെ ഒരു കൈവെപ്പ് പ്രാർത്ഥന, ഒരു അനുഗ്രഹ പ്രാർത്ഥന, ഒരു അഭിഷേക പ്രാർത്ഥന കിട്ടുന്നുണ്ട്. ആ പ്രാർത്ഥന കിട്ടിയ ശേഷം അവന്റെ അമ്മ പറയുന്നുണ്ട്, നീ വേഗം ഇവിടുന്ന് പൊയ്ക്കോളാൻ പറഞ്ഞു. കാരണം നിന്റെ സഹോദരൻ ഏസാവ് നിന്നെ കൊന്നുകളയാൻ സാധ്യതയുണ്ട്. ആ രാത്രിയിൽ ഇവനൊരു വടിയും കയ്യിലൊരു ചെറിയൊരു സഞ്ചി നിറയെ അല്പം ഭക്ഷണവും മാത്രം എടുത്തുകൊണ്ട് വീട് വിട്ടിറങ്ങിയ ഇവൻ 21 വർഷത്തിന് ശേഷം തിരിച്ചു വീണ്ടും ആ വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. തൻ്റെ കുടുംബത്തിലേക്ക്, അപ്പൻ്റെ അടുക്കിലേക്ക് പോകുന്നൊരു യാത്രയാണ്. അപ്പൊ ആ 21 വർഷം കൊണ്ട് ദൈവം അവനെ ഒരുപാട് അനുഗ്രഹിച്ചു. അവന് ഭാര്യമാരുണ്ടായി, മക്കളുണ്ടായി, കുടുംബം ഉണ്ടായി, വലിയൊരു സമ്പന്നനായിട്ട് മാറി. ആകെ അവന്റെ കൂടെയുള്ളത് പൂർവപിതാവായ ഇസ്ഹാക്കിന്റെ അനുഗ്രഹം. അബ്രാഹത്തിന് വിശ്വാസത്തിൽ ജനിച്ച ഇസ്ഹാക്ക്, ആ ഇസ്ഹാക്കിന്റെ ഒരു അനുഗ്രഹം, ദൈവാനുഗ്രഹം. ചിലത് പഠിക്കുമ്പോൾ കാണാവേ, ഈ ദൈവാനുഗ്രഹമുള്ളവൻ നമ്മുടെ തലയിൽ കൈവച്ചൊന്ന് പ്രാർത്ഥിച്ചാൽ മതി. അതോടെ നമ്മുടെ ജീവിതത്തിൽ ദൈവാനുഗ്രഹങ്ങൾ ആരംഭിക്കും. പലരുടെ ജീവിതത്തിൽ ദൈവാനുഗ്രഹം കിട്ടിയതിന് പിന്നിൽ ഒരു അനുഗ്രഹമുണ്ട്. ആ അനുഗ്രഹത്തിന്റെ ഫലമാണ് അത് സംഭവിക്കുന്ന കാര്യമല്ല. നമുക്കറിയാം, യോഹന്നാൻ സുവിശേഷം 20-ാം അധ്യായത്തിന്റെ 21, 22, 23 വചനം വായിക്കുമ്പോൾ ഉത്ഥിതനായ ഈശോ
ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു, സമാധാനം നിങ്ങളോടുകൂടെ. അവൻ അവരുടെ മേൽ വിശ്വസിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവേ. അപ്പോൾ ഈശോടെ അവരുടെ മേൽ വിശ്വസിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിനെ കൊടുക്കുക, അനുഗ്രഹിക്കുക, തൻ്റെ അനുഗ്രഹം കൊടുക്കുക അപ്പസ്തോലന്മാർക്ക്. ആ 12 അപ്പസ്തോലന്മാരിലേക്ക് ഒഴുകപ്പെടുന്ന, പിന്നീട് കാണാം ആ 12 പേരിലേക്ക് ഒഴുകപ്പെടുന്ന ആ കൃപ പിന്നെ സഭ മുഴുവൻ്റെ മേൽ വ്യാപിക്കുക. ദൈവാനുഗ്രഹം കിട്ടിയവൻ, സഭയുടെ പഠിച്ച ദൈവാനുഗ്രഹമുണ്ട്, ദൈവം അനുഗ്രഹിച്ചവൻ, അഭിഷിക്തൻ, ദൈവം അഭിഷേകം ചെയ്തവൻ, അതുകൊണ്ട് സഭ വളർന്ന് കാണാൻ പറ്റും. ഇതുപോലെ യാക്കോബ് ഒരു അനുഗ്രഹം കിട്ടിയിട്ട് പോരുകയാണ്. അനുഗ്രഹത്തിന്റെ ഫലമാണ് പിന്നെ അവന്റെ ജീവിതത്തിൽ കൂടെ അനുഗ്രഹമാണ്. ചിലയിടത്തെല്ലാം ചില ക്ലേശങ്ങളുണ്ട്, സഹനങ്ങളുണ്ട്, അവനെ വിശുദ്ധീകരിക്കുവാൻ ചില പീഡനങ്ങളുണ്ടെങ്കിലും ആ ഇസ്ഹാക്കിലൂടെ കിട്ടിയൊരു അഭിഷേകം അവൻ്റെ കൂടെയുണ്ട്. അവന് വീഴ്ചകളും ഉയർച്ചകളും ഉണ്ടാകുമ്പോഴും, അവന് ബലഹീനതകൾ വരുമ്പോഴും, അവന് തകർച്ചകൾ വരുമ്പോഴും അവൻ്റെ കൂടെ ആ ബ്ലെസ്സിങ് നിൽപ്പുണ്ട്. നമുക്കറിയാം, തുടങ്ങുന്ന അബ്രാഹത്തിലാണ് ഈ അനുഗ്രഹം തുടങ്ങുന്നത്. ഉൽപ്പത്തി പുസ്തകത്തിന്റെ 12-ാമത്തെ അധ്യായം 1 മുതൽ 4 വരെയുള്ള വചനം വായിക്കുമ്പോൾ അവിടെ വളരെ വ്യക്തതയോടെ പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുന്ന വചനമുണ്ട്. കർത്താവ് അബ്രാഹാമിനോട് അരുളി ചെയ്തു, നിന്റെ ദേശത്തെയും ബന്ധുക്കളെയും പിതൃഭവനത്തെയും വിട്ട് ഞാൻ കാണിച്ചു തരുന്ന നാട്ടിലേക്ക് പോകുക. ഞാൻ നിന്നെ വലിയൊരു ജനതയാക്കും, നിന്നെ ഞാൻ അനുഗ്രഹിക്കും, നിന്റെ പേര് ഞാൻ മഹത്വമാക്കും, അങ്ങനെ നീ ഒരു അനുഗ്രഹമായി തീരും. കണ്ടോ, അനുഗ്രഹിക്കുകയാണ്, അഭിഷേകം കൊടുക്കുകയാണ്. ദൈവം അനുഗ്രഹിച്ചവനാണ്. അബ്രാഹത്തെ ദൈവം അനുഗ്രഹിച്ചു. ആ അനുഗ്രഹമാണ് അവനൊരു വാർദ്ധക്യത്തിൽ ഒരു കുഞ്ഞിനെ കിട്ടുന്നത്. ദൈവത്തിന്റെ അനുഗ്രഹം വേണ്ടത്. അനുഗ്രഹം നേടിയെടുത്തവനാണ് അബ്രാഹം. അനുഗ്രഹം കിട്ടാനുള്ള കാരണം പറയുന്നത് അത് വിശ്വാസത്തിന്റെ ശക്തിയാണ്. പിന്നെ അവന് വിശ്വാസമുണ്ട്. റോമാലേഖനത്തിന്റെ 4-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വചനം വായിക്കുമ്പോൾ എഴുതി വെച്ചിട്ടുണ്ട്, അബ്രാഹം നീതീകരിക്കപ്പെട്ടത് പ്രവൃത്തികളാലാണ് എങ്കിൽ അതിന് അഭിമാനിക്കാൻ വകയുണ്ട്, ദൈവത്തിന്റെ സന്നിധിയിൽ അല്ല എന്ന് മാത്രം. അതിന് അബ്രാഹം നീതീകരിക്കപ്പെട്ടത് വിശ്വാസത്തല്ല, വിശ്വാസത്തിന്റെ പവറാണ്. അവൻ ദൈവത്തിൽ വിശ്വസിച്ചു, അതവന് നീതിയായി പരിഗണിക്കപ്പെട്ടു. അപ്പൊ അനുഗ്രഹം കിട്ടാൻ ദൈവവിശ്വാസം വേണം. ദൈവത്തെ വിശ്വസിക്കുന്നവർക്ക് അനുഗ്രഹം കിട്ടുന്നത്. ഹെബ്രായ ലേഖനത്തിന്റെ 11-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വചനമുണ്ട്, വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധ്യമല്ല. ദൈവസന്നിധിയിൽ ശരണം പ്രാപിക്കുന്നവർ ദൈവമുണ്ടെന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് അവിടുന്ന് പ്രതിഫലം നൽകുമെന്നും വിശ്വസിക്കണം. ദൈവമുണ്ടെന്നുള്ള വിശ്വാസം, ദൈവത്തിൽ ആശ്രയിക്കുന്ന വിശ്വാസം, അപ്പോഴാണ് ഈ അനുഗ്രഹം മുഴുവൻ ലഭിക്കുക. അപ്പൊ ഈ അനുഗ്രഹം കിട്ടിയിട്ട് ചെല്ലുന്ന ഈ യാക്കോബ് ലാബാൻ എന്ന് പറയുന്നതിന്റെ അമ്മയുടെ സഹോദരന്റെ വീട്ടിൽ പോയി ഏകദേശം 21 വർഷം കഴിയേണ്ടി വരുന്നുണ്ട്. ആ സമയത്ത് അവന്റെ വിവാഹങ്ങൾ നടക്കുന്നു, മക്കൾ ജനിക്കുന്നു, ഒരുപാട് പ്രതികൂല സാഹചര്യം ഉണ്ടെങ്കിലും ദൈവന്റെ കൂടെയുണ്ട്. അവൻ തൊടുന്നിടത്തെല്ലാം അനുഗ്രഹമാണ്. അവൻ കൃഷിയിൽ ഏർപ്പെടുമ്പോൾ അവിടെ അനുഗ്രഹമാണ്. ആടുമാടുകളെ വളർത്തുമ്പോൾ അനുഗ്രഹം, കാരണം ദൈവാനുഗ്രഹം കൂടെയുണ്ട്. ശരിക്കും ഇറങ്ങി വരുന്നു വെറും ഒരു വടിയും കുത്തിപ്പിടിച്ചുകൊണ്ട് അനേക വർഷങ്ങൾക്ക് മുമ്പ് സ്വന്തം സഹോദരനെ ഭയന്ന് വീട് വിട്ടിറങ്ങിപ്പോയ ഒരുവൻ, അവൻ്റെ കയ്യിൽ ഒന്നുമില്ല, ആകെയുള്ളൊരു കുത്തി നടക്കുന്നൊരു വടി മാത്രം. അതുകൊണ്ട് മാത്രം ഇറങ്ങിപ്പോകുന്നവൻ തിരിച്ച് വെറും 21 വർഷം കഴിയുമ്പം വലിയൊരു സമ്പന്നനായിട്ട് മാറുന്നത് അതിൻ്റെ പിന്നിൽ ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്. പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെയൊക്കെ കുടുംബങ്ങൾക്കും നമ്മുടെ ജീവിതങ്ങൾക്കും നഷ്ടപ്പെട്ടു പോകുന്നത് ഈ അനുഗ്രഹമാണ്. ഈ ദൈവത്തിന്റെ അനുഗ്രഹം കിട്ടാതെ പോകുന്നുണ്ട് പലതും നിലനിൽക്കാതെ പോകുന്നത്. കുടുംബം നിലനിൽക്കുന്നില്ല, ബിസിനസ് നിലനിൽക്കുന്നില്ല, മക്കൾ നിലനിൽക്കുന്നില്ല, വിശ്വാസ തകർച്ചകൾ. ഒരു അനുഗ്രഹത്തിന്റെ കുറവുണ്ട്. ദൈവാനെ കൈവച്ച് അനുഗ്രഹിക്കുന്ന ഒരു അനുഭവമുണ്ട്. പക്ഷെ നമ്മൾ വിചാരിക്കും തീർച്ചയായിട്ടും നമുക്ക് ദൈവത്തിന്റെ വിളി കിട്ടിയവരാണ് നമ്മൾ ഓരോരുത്തരും. മുഹമ്മദ് ഈസായിലൂടെ സഭയിലെ അംഗമായി തീർന്നവരാണ് നമ്മൾ ഓരോരുത്തരും. ക്രിസ്തുവിന്റെ സഭയിൽ അംഗമായി തീർന്നു, അതൊരു അനുഗ്രഹമാണ്. പക്ഷെ അനുഗ്രഹം നഷ്ടപ്പെടുത്തരുത്. ശരി, ഇവിടെ ഏസാവിന് അനുഗ്രഹം കിട്ടിയവനാ. പഴയ നിയമത്തിന് ഇസ്രായേലിനകത്ത് വിളിക്കേണ്ടത് ശരിക്കും ഏസാവിന്റെ മക്കൾ എന്നറിയപ്പെടും, അല്ലെ യാക്കോബിന്റെ മക്കൾ എന്നല്ല അറിയപ്പെടേണ്ടിയിരുന്നത്. പക്ഷെ അവന് അനുഗ്രഹം കളഞ്ഞു. ഈ അനുഗ്രഹം കളയുന്നതിനെ കുറിച്ച് ഹെബ്രായ ലേഖനത്തിൽ കൃത്യമായി പറയുന്നുണ്ട്. 12:14 മുതലുള്ള വചനം വായിക്കുമ്പോൾ ഇപ്രകാരം പറയുന്നുണ്ട്, എല്ലാവരോടും സമാധാനത്തെ വർദ്ധിച്ച് വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കുകയും വിശുദ്ധി കൂടാതെ ആർക്കും
കർത്താവിനെ ദർശിക്കുവാൻ സാധിക്കുകയില്ല. ദൈവകൃപ ആർക്കും നഷ്ടപ്പെടാതിരിക്കുവാൻ ശ്രദ്ധിക്കുകയും വിദ്വേഷത്തിൻ്റെ വേര് വളർന്ന് ഉപദ്രവം ചെയ്യാതിരിക്കുവാൻ സൂക്ഷിക്കുകയും വിദ്വേഷം മൂലം പലരും അശുദ്ധരായി തീർന്നു. ഒരു നേരത്തെ ഭക്ഷണത്തിനു വേണ്ടി തൻ്റെ കടിഞ്ഞൂൽ പുത്ര സ്ഥാനം വിറ്റ യേശാവിനെ പോലെ ആരും അസന്മാർഗിയോ അധാർമികനോ ആകരുത്. പിന്നീട് അവകാശം പ്രാപിക്കുവാൻ ആഗ്രഹിച്ചപ്പോൾ അവൻ തിരസ്കരിക്കപ്പെട്ടുവെന്ന് നിങ്ങൾക്കറിയാമല്ലോ. കണ്ണീരോടെ അവൻ അത് ആഗ്രഹിച്ചെങ്കിലും അനുദപിക്കാൻ അവൻ അവസരം ലഭിച്ചില്ല. ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി തൻ്റെ കടിഞ്ഞൂൽ പുത്ര സ്ഥാനം വിറ്റ ഒരു വിശപ്പ് ആണ്. പലപ്പോഴും വലിയ ദൈവാനുഗ്രഹങ്ങൾ കളയുന്ന ചില വിശപ്പ് കയറുമ്പോഴാണല്ലോ. ജടിക പാപങ്ങളോട് വിശപ്പ്, മദ്യത്തോട് വിശപ്പ്, അഹങ്കാരത്തോട് വിശപ്പ്, പേരിനോട് വിശപ്പ്, പ്രസക്തിക്കുള്ള വിശപ്പ്. ഈ വിശപ്പ് കയറി പിടിക്കുമ്പോൾ നമുക്ക് ദൈവം തന്ന ശ്രേഷ്ഠമായ അനുഗ്രഹങ്ങൾ നമ്മൾ വിറ്റുകളയും. അവൻ അറിഞ്ഞില്ല ഒരു വിലയറിഞ്ഞില്ല. ചിലരുണ്ട് വിശ്വാസം ഉപേക്ഷിച്ച് പോകുന്ന ചില മക്കളെ കുറിച്ച് കേൾക്കാറുണ്ട്. ചില വിവാഹം നടക്കുമ്പോൾ തിരുസഭയെയും വിശ്വാസമൊക്കെ ഉപേക്ഷിച്ച് ഭക്ഷണത്തിന് വേണ്ടി, പേരിന് വേണ്ടി, പെരുമയ്ക്ക് വേണ്ടി, അല്ല വീടുണ്ടാകാൻ വേണ്ടി, വിദേശത്ത് പോകാൻ വേണ്ടി ദൈവത്തെ മറന്നു പോകുന്ന ആളുകൾ, ദൈവത്തെ ഉപേക്ഷിച്ച് പോകുന്ന ഈ യേശാവിൻ്റെ പകരക്കാരാ. ഇന്ന് യേശാവിൻ്റെ ആൾക്കാർ അങ്ങനെയാണല്ലോ. അവരെപ്പോഴും ദൈവിക വിളി, തനിക്ക് കിട്ടിയ ശ്രേഷ്ഠമായ ദൈവവിളി ഉപേക്ഷിച്ച് പോകുന്ന ആൾക്കാർ. അറിയില്ല, അവർക്ക് അതിൻ്റെ മഹത്വം അറിഞ്ഞുകൂടാ. പിന്നീടാണ് അറിയാൻ പോകുന്നത്. അത് യാക്കോബ് അത് വാങ്ങിയെടുത്തിട്ട് അവൻ അത് മാത്രമായിട്ട്, അനുഗ്രഹം മാത്രമായിട്ട് അവൻ പോകുക. കടിഞ്ഞൂൽ പുത്രസ്ഥാനവും ആ ദൈവാനുഗ്രഹവും മാത്രമായിട്ട് അവൻ പോകുക. ആ പോകുന്ന ദൈവത്തിൻ്റെ കരം അവൻ്റെ കൂടെയുണ്ട്. ആ പോകുന്ന വഴി ദൈവം അവനെ നയിക്കുന്നുണ്ട്. അവൻ അത്ഭുതങ്ങൾ കാണുന്നുണ്ട്, അടയാളം കാണുന്നുണ്ട്. അവൻ പോകുന്നിടത്തെല്ലാം അവൻ ചെന്ന് കാലുകുത്തുന്ന അവൻ്റെ അമ്മയുടെ സഹോദരനായ ലാബാൻ്റെ വീട്ടിൽ, ലാബാൻ്റെ കുടുംബത്തിന് അനുഗ്രഹം, സമ്പത്ത്, അവന് പോലെ സമ്പത്തുണ്ട്. ഇവന് മാത്രമല്ല, ഇവനും സമ്പത്തുണ്ടാകുന്നു. ഇവൻ ആരെ ശുശ്രൂഷിക്കുന്നുവോ അവർക്കും സമ്പത്തുണ്ടാകുന്നു. അത് വലിയൊരു അനുഗ്രഹമുള്ളവനാണ്. നമ്മുടെയൊക്കെ കുടുംബത്തിൽ ദൈവാനുഗ്രഹമുള്ളവരാണ് വേണ്ടത്. അതിൻ്റെ എണ്ണം കുറയുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ മുഴുവനും വളർന്നുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് പ്രശ്നങ്ങളുണ്ട് സമൂഹത്തിൽ, കുടുംബത്തിലുണ്ട്, സഭയിലൊക്കെ കയറുന്നു വരാൻ. അനുഗ്രഹം കുറഞ്ഞവൻ അവിടെ ഉണ്ടെങ്കിൽ ഒന്നിനും സംഭവിക്കില്ല. അവിടെ ദൈവാനുഗ്രഹം, ആ ദൈവം കൂടെ നിൽക്കുന്നതിന് അപ്പോൾ ആ പോകുന്ന വഴികൾക്ക് കൃപയായിട്ട് മാറുക, അനുഗ്രഹമായിട്ട് മാറുന്നത് കാണാൻ പറ്റും. അടുത്തത് ആ വചനത്തിൻ്റെ, യാക്കോബിൻ്റെ മൽപ്പിടുത്തത്തിൻ്റെ രണ്ടാമത്തെ ഒരു വചനഭാഗത്തേക്ക് കടക്കുകയാണ്. ആ രാത്രി തന്നെ യാക്കോബ് തൻ്റെ 2 ഭാര്യമാരെയും 2 പരിചാരകരെയും 11 മക്കളെയും കൂട്ടിക്കൊണ്ട് യാബോക്ക് എന്ന കടവ് കടന്നു. അവരെ മുഴുവൻ പുഴയ്ക്ക് അക്കരെ കടത്തിവിട്ടു. തൻ്റെ സമ്പാദ്യം മുഴുവൻ അക്കരെ എത്തിച്ചു. യാക്കോബ് മാത്രം ഇക്കരെ നിന്നു. യാക്കോബ് ഒറ്റയ്ക്ക് നിൽക്കുന്നവൻ എന്നിട്ട് പറയാണ്, അവിടെ വെച്ച് ഒരാൾ നേരം പുലരുന്നത് വരെ അവനുമായി മൽപ്പിടുത്തം നടത്തി. വലിയ അത്ഭുതമാണത്. യാക്കോബ് യാബോക്കെന്ന പുഴ കടന്നിട്ട്, അവൻ്റെ പേരിന് സമയം ഒരു പുഴയാ, അത് കടന്ന് അക്കരെ കടന്നിട്ട് ഇവൻ്റെ വസ്തുക്കളും മക്കളെയും കുടുംബവും എല്ലാം അക്കരെ കയറ്റി വിട്ടിട്ട്, എല്ലാം അക്കരെ വിട്ടു. എന്നിട്ട് ഇക്കരെ ഒറ്റയ്ക്ക് നിന്നു. അതാണ് വലിയ വലിയ അനുഗ്രഹം. ശരിക്കും അവൻ ഒറ്റയ്ക്ക് എന്നതിൻ്റെ അർത്ഥം അടിസ്ഥാനപരമായും അവൻ ആദ്യം മുതൽ ഒറ്റയായിരുന്നവനെ, ആ ദൈവം മാത്രമേ അവനുണ്ടായിരുന്നുള്ളൂ. ദൈവത്തോട് കൂടിയായിരുന്നു അവൻ്റെ ജീവിതം. അവൻ കാണവൻ്റെ മക്കള്, കുടുംബം മുഴുവനും ദൈവം തന്നതാണ്. അത് പക്ഷേ അവൻ ദൈവത്തെയാണ് അതിനേക്കാൾ ഉപരി സ്നേഹിക്കുന്നത്. അവനുള്ള വസ്തുക്കളെക്കാളും, അവനുള്ള കുടുംബാംഗങ്ങളെക്കാളും, മക്കളെക്കാളും, സകലതിനേക്കാളും ഉപരിയായി അവൻ സ്നേഹിക്കുന്ന ദൈവത്തെയാണ്. ആ ഒരു ബന്ധമുണ്ട് അവന്. നമുക്കൊക്കെ ഉണ്ട് ആ ബന്ധം. നമ്മുടെ കുടുംബത്തിലുള്ള എല്ലാവരെക്കാളും ഉപരിയായ ദൈവത്തെ സ്നേഹം. ഇവിടെ യാബോക്കെന്ന് പുഴ കടത്തി അവരെല്ലാം അക്കരക്ക് വിട്ടിട്ട് ഇക്കരെ ഇവൻ ഒറ്റയ്ക്ക് നിൽക്കുകയാണ്. അവിടെ തന്നെ നിൽക്കുന്നു, ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നു, ദൈവബന്ധത്തിൽ നിൽക്കുന്നു. എന്തോ ഒരു ലക്ഷ്യത്തോട് കൂടെ നിൽക്കുകയാണ്. ദൈവവുമായിട്ടൊരു ആഴമേറിയ ബന്ധമാണ്. ചിലപ്പോൾ പറയാറുണ്ട്, അവൻ വിട്ടുപോകാനായിരിക്കും. കാരണം പേടിയുണ്ട് അവന്. അവൻ്റെ സഹോദരനായ യേശാവിൻ്റെ അടുക്കൽ ചെല്ലുമ്പോൾ അവൻ ഉപദ്രവിക്കുന്നത്, ഭയം കൊണ്ട് പേടിച്ചിട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുകയും. അപ്പോഴാണ് ആ രാത്രി മുഴുവനും ദൈവദൂതൻ അവനെ പിടിച്ചു നിർത്തുന്നൊരു ദിവസം. അവൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രതിസന്ധിയുള്ളത് ആ സമയത്ത് ദൈവം അവനെ ആ രാത്രിയിൽ പിടിച്ചു നിർത്തുക. അതെ പ്രിയപ്പെട്ട മക്കളെ, ദൈവാനുഗ്രഹമുള്ളവനെ ദൈവം പിടിച്ചു നിർത്തും. അവരുടെ ആരുമില്ലെങ്കിലും ദൈവം അവനെ പിടിച്ചു നിർത്തും. ആ രാത്രിയിൽ അവൻ ഒരുപക്ഷെ യാക്കോബ് രക്ഷപ്പെട്ടു പോകാൻ ശ്രമിക്കുകയായിരിക്കാം. ഭയന്നിട്ട് സഹോദരനെ ഭയന്നിട്ട് പോവുക. ഇപ്പുറത്ത് ഇവൻ്റെ അമ്മാവൻ, അതായത് ഇവൻ്റെ അമ്മയുടെ സഹോദരൻ ഒരുപാട് പീഡനം. ചെല്ലാൻ പോകുന്ന സ്ഥലത്ത് സ്വന്തം വീട്ടിൽ ചെല്ലുമ്പോൾ യേശാവ് ഉപദ്രവിക്കുന്നുള്ള പേടി. ഇത് രണ്ടിൻ്റെയും മധ്യത്തിൽ നിൽക്കുന്ന ഇവൻ ഒരുപക്ഷെ രാത്രിയിൽ ഒളിച്ചു പോകാനോ മറ്റെന്തെങ്കിലുമൊക്കെ തീരുമാനമാകാം. പക്ഷെ ആ സമയത്ത് ദൈവം അവനെ രാത്രി മുഴുവൻ പിടിക്കുക, വാട്ടം പിടിക്കുക. അവനെ വിട്ടുന്നില്ല, ഉറക്കെ പിടിക്കുന്ന സംഭവം. അതോടൊപ്പം തന്നെ പറയുന്നുണ്ട്,
മറ്റൊരു വാദം നടത്തി പറഞ്ഞു, ഇവൻ ദൈവത്തെ യാക്കോബ് ദൈവത്തെ മുറുകെ പിടിക്കുന്നു. രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മുറുകെ, ഒരു മൽപ്പിടുത്തം, ഒരു വീടുത്തം, എന്തോ ഒരു പദ്ധതിക്ക് വേണ്ടി മുറുകെ പിടിക്കുക. അല്ലെങ്കിൽ ആ രാത്രിയിൽ ദൈവത്തെ കണ്ടുമുട്ടിയപ്പോൾ ആ ദൈവത്തെ മുറുകെ പിടിക്കുക. ദൈവത്തെ മുറുകെ പിടിക്കുന്നൊരു യാക്കോബ്. അതെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതാണ് ദൈവാനുഗ്രഹങ്ങൾ. അവൻ ദൈവത്തെ മുറുകെ പിടിക്കുന്നവനാ. ജീവിതത്തിൽ എല്ലാം ഉപേക്ഷിച്ച് ദൈവത്തെ മുറുകെ പിടിക്കാൻ നമ്മൾ പഠിക്കണം. ചില സാഹചര്യങ്ങളിൽ എല്ലാം നഷ്ടപ്പെടുന്ന സാഹചര്യങ്ങളുണ്ടാകാം, എല്ലാവരും അകന്നു പോകുന്ന സാഹചര്യങ്ങളുണ്ടാകാം, സഹനത്തിന് സമയങ്ങളുണ്ടാകാം. അപ്പോൾ നീ യാക്കോബിനെ പോലെ ദൈവദൂതനെ അല്ല ദൈവത്തെ തന്നെ, ഈശോയെ തന്നെ മുറുകെ പിടിക്കാൻ നമുക്കിടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുക. ദൈവത്തെ മുറുകെ പിടിക്കുക. പ്രത്യേകിച്ച് ആളുകളൊക്കെ ചിലപ്പോൾ മക്കൾ കൈവിട്ടു പോകുന്നു, ജീവിത പങ്കാളി കൈവിട്ടു പോകുന്നു, വിശ്വാസം കൈവിട്ടു പോകുന്നു, ഒരു ഒറ്റപ്പെടലുകൾ ഉണ്ടാകുന്നു, ഭീഷണികൾ വരുന്നു, അപമാനം വരുന്നു, സഹനങ്ങൾ വരുന്നു, പീഡനങ്ങൾ വരുന്നു. ഈ സമയത്ത് നമ്മളൊക്കെ ചിലപ്പോൾ തളർന്നു പോകാറുണ്ട്. ഇനി എന്തു ചെയ്യണം, എങ്ങോട്ട് പോകണം, ആരുമില്ല, ഇനി ഒരു വഴിയും കാണുന്നില്ല എന്ന് കരയുന്ന നിമിഷമുണ്ട്. അപ്പൊ ആ സമയത്ത് ദൈവത്തെ മുറുകെ പിടിക്കുന്ന യാക്കോബിനെ കണ്ടുപിടിക്കണം. അതാണ് അവന്റെ ജീവിതം. മുറുകെ പിടിക്കുക, ദൈവത്തെ മുറുകെ പിടിക്കുക. ഇതൊരു വിശ്വാസത്തിന്റെ പിതാവാണ്. ആ യാക്കോബിന്റെ ആ മാതൃക നമ്മുടെ ജീവിതത്തിലുണ്ട്. രാത്രി മുഴുവനും മുറുകെ പിടിക്കുന്ന സംഭവമുണ്ട്. വചനം പറയുന്നുണ്ട്, കീഴടക്കാൻ സാധ്യമല്ലെന്ന് കണ്ടപ്പോൾ അവൻ യാക്കോബിന്റെ അരക്കെട്ടിൽ തട്ടി. മൽപ്പിടുത്തുന്നിടയിൽ യാക്കോബിന്റെ തുട അരക്കെട്ടിൽ നിന്ന് തെറ്റിമാറി. കീഴടക്കാൻ വേണ്ടി ശ്രമിക്കുക. ദൈവദൂതനെ കീഴടക്കാൻ പറ്റാത്തപ്പോൾ അവസാനം അവന്റെ ശരിക്കും നട്ടലിനൊരു അവന്റെ മൽപ്പിടുത്തുന്നിടയിൽ യാക്കോബിന്റെ തുട അരക്കെട്ടിൽ നിന്ന് തെറ്റിപ്പോയി. കീഴടക്കാൻ സാധ്യമല്ലെന്ന് കണ്ടപ്പോൾ അവൻ യാക്കോബിനെ അരക്കെട്ടിൽ തട്ടി. ശരിക്കും യാക്കോബിനെ കീഴടക്കിയ ദൈവം കീഴടക്കി, പിടിച്ചടക്കി, ഒതുക്കിയവനെ. അത് പ്രിയപ്പെട്ട മക്കളെ, അനുഗ്രഹം കിട്ടിയവനെ, ദൈവം തിരഞ്ഞെടുത്തവനെ ദൈവം കീഴടക്കും. അവൻ്റെ എല്ലാ പ്രശ്നങ്ങളും ദൈവം കീഴടക്കും. അവൻ്റെ കുടുംബത്തിലെ ബന്ധനങ്ങൾ കീഴടക്കും. അവനെ പീഡിപ്പിക്കുന്ന പൈശാചികതയിൽ ദൈവം കീഴടക്കും. അവനെ അലട്ടുന്ന എല്ലാ ആകുലതകളും കർത്താവ് കീഴടക്കും. അതാണ് ഇവിടെ യാക്കോബിനെ കീഴടക്കുന്നു ദൈവദൂതൻ കീഴടക്കി. അത് നമുക്കുണ്ടാകട്ടെ. അതാണ് ദൈവാനുഗ്രഹം. ഇവിടെ ഞാൻ വീണ്ടും പറയും, ഇവിടെ യാക്കോബിന് അനുഗ്രഹം കിട്ടാൻ ഒരു കാര്യമുണ്ട്. അവൻ ദൈവത്തെ മുറുകെ പിടിക്കുന്നവനാ. അവൻ ജീവിതം ആരംഭിക്കുന്നത് തന്നെ ദൈവത്തോട് ചേർന്നുള്ള ജീവിതമാണ്. അവന് അബ്രാഹത്തിൻ്റെ ഇസ്ഹാക്കിൻ്റെയും ആ ദൈവത്തോട് ഒരു ഗാഢമേറിയ ബന്ധം പുലർത്തുന്നവനാണ് യാക്കോബ്. അതുകൊണ്ടാണ് അവൻ്റെ അമ്മ പറഞ്ഞതനുസരിച്ച് അവൻ ഇസ്ഹാക്കിൻ്റെ ദൈവാനുഗ്രഹം കിട്ടിയവൻ്റെ ഒരു അനുഗ്രഹം മേടിച്ചുകൊണ്ട് വേറൊന്നുമില്ല. അവന് ആടെ കുടുംബ സ്വത്തായിട്ടുള്ളത് അപ്പൻ്റെ ഒരു അനുഗ്രഹം മാത്രമാണ്. ദൈവം അനുഗ്രഹിച്ചവൻ, ദൈവം അനുഗ്രഹിച്ചവൻ അനുഗ്രഹം കിട്ടണം. അല്ലാതെ വഴിയെ പോകുന്നവൻ്റെ അനുഗ്രഹം കിട്ടിയിട്ട് കാര്യമില്ല. ദൈവം അനുഗ്രഹിച്ചവൻ്റെ ഒരു അനുഗ്രഹം കിട്ടുക, ദൈവാനുഗ്രഹം കിട്ടിയവൻ്റെ അനുഗ്രഹം മേടിക്കുക. ആ അനുഗ്രഹം മേടിച്ചുകൊണ്ട് പോകുന്ന ഈ യാക്കോബ് 21 വർഷങ്ങൾ കഴിയുമ്പോഴത്തേക്ക് അവൻ്റെ ജീവിതത്തിൽ ഒരുപാട് അത്ഭുതങ്ങൾ. അതിനുശേഷം അവൻ തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റാത്ത ചില പ്രശ്നങ്ങൾ, വലിയ പ്രോബ്ലംസ്, സ്വന്തം അമ്മാവൻ്റെ വീട്ടിൽ നിൽക്കാൻ മേലാത്ത അവസ്ഥ, ചതിയുടെ ഒരുപാട് അനുഭവങ്ങൾ. അതിനുശേഷം ഇവൻ ഇത് കുടുംബം മുഴുവനെ എടുത്തുകൊണ്ട് ഇവൻ സ്വന്തം സഹോദരനെ അങ്ങോട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അവിടെയും പേടി. ചെല്ലുമ്പോൾ എൻ്റെ സഹോദരൻ എന്നെ സ്വീകരിക്കുമോ, നേരെ മറിച്ച് എന്നെ ഉപദ്രവിക്കുമോ, എന്നെ നശിപ്പിക്കുമോ? കാരണം ഞാൻ വലിയൊരു തിന്മ ചെയ്തിട്ടുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ സഹോദരന് കിട്ടേണ്ട ദൈവാനുഗ്രഹം ഞാനത് മേടിച്ചുകൊണ്ട് പോകുന്നത്. അതുകൊണ്ട് എന്നെ അവൻ ശത്രുവായി കാണുമോ, എന്നെ ഉപദ്രവിക്കുമോ, എന്നെ കൊന്നുകളയുമോ? ഈ ഭയം ധരിക്കുന്നവൻ യാബോക്കെന്ന പുഴയ്ക്ക് അക്കരെ തൻ്റെ കുടുംബത്തെയും പ്രിയപ്പെട്ടവരെല്ലാം കയറ്റിവിട്ടിട്ട്, ജോലിക്കാരെല്ലാം കയറ്റിവിട്ട്, വസ്തുവകളെല്ലാം അക്കരെ എത്തിച്ചു. എന്നിട്ട് ഇവൻ ഇക്കരയ്ക്ക് പോവുക. അവനോടുന്ന് സത്യം പറഞ്ഞാൽ അവനെ ഒളിച്ചോടി പോകുമായിരിക്കാം. അപ്പോൾ ആ ദൈവദൂതൻ കയറി പിടിക്കുക, വട്ടം കയറി പിടിച്ചവന് വിട്ടില്ല. രാത്രി മുഴുവനും മൽപ്പിടുത്തവ, തളർന്നവനെ വട്ടം പിടിക്കുക. ഇവനെങ്ങനെങ്കിലും ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് കുതിറിപ്പോകാൻ വേണ്ടി ശ്രമിക്കുക, നടക്കുക. അതാണ് പ്രിയപ്പെട്ടവരെ, ശരിക്കും നമുക്ക് ദൈവാനുഗ്രഹം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളൊക്കെ ചിലപ്പോൾ നമ്മൾ ഭയന്ന്, സാഹചര്യങ്ങളെ ഭയന്ന് ഒളിച്ചോടാൻ വേണ്ടി ശ്രമിക്കും, പേടിച്ചു പോകും. ഈ അനുഗ്രഹം നമ്മെ ബന്ധിക്കും, നമ്മളെ കെട്ടിപ്പിടിക്കും. അവസാനം ഈ ദൈവദൂതൻ ഇവനെ കീഴ്പ്പെടുത്തി. പ്രഭാതമായപ്പോൾ ദൈവദൂതൻ ഇവരെ കീഴ്പ്പെടുത്തി, അവനെ കയ്യിലാക്കി വിടുന്നില്ല. യാക്കോബിനെ ദൈവം കൈവിടുന്നില്ല. അവൻ കൈവിടാൻ ശ്രമിക്കുമ്പോഴും ദൈവം, അതാണ് ദൈവത്തിന്റെ സ്നേഹം. ഇവിടെ കണ്ടുമുട്ടുന്ന സംഭവം ഇതാണ്. ഇവനെ കീഴ്പ്പെടുത്തി കഴിയുമ്പോൾ അടുത്ത നിമിഷം അവൻ പറയുന്നൊരു കാര്യമുണ്ട്. അവൻ പറഞ്ഞു, നേരം പുലരുകയാ, ഞാൻ പോകട്ടെ. യാക്കോബ് മറുപടി പറഞ്ഞു, എന്നെ അനുഗ്രഹിച്ചിട്ടില്ലാതെ അങ്ങ് ഞാൻ വിടുകയില്ല. അവിടെ വേറൊന്നും ചോദിക്കുന്നില്ല.
എന്നെ ഒന്ന് അനുഗ്രഹിച്ചിട്ട് പോകണം. വേറൊന്നും വേണ്ട, എൻ്റെ ഒരു അനുഗ്രഹം മതി, വേറൊന്നും ചോദിക്കുന്നില്ല. എനിക്കത് വേണമെന്നോ ഇത് വേണമെന്നോ എൻ്റെ സഹോദരനെ വിളിച്ച് എൻ്റെ ഒരു അനുഗ്രഹം, ഇനി ഒരു യാത്രയ്ക്ക് അടുത്തൊരു തിരിച്ചു വീട്ടിലേക്ക് പോകുന്നതിൻ്റെ അനുഗ്രഹം. ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ ഏത് ശത്രുവിൻ്റെ മുമ്പിലേക്കും പോകാൻ പറ്റും, ഏത് അപകട സാഹചര്യങ്ങൾ കടന്നു പോകാൻ പറ്റും. ദൈവം കൂടെ ഉണ്ടെങ്കിൽ ഏത് സാഹചര്യത്തിലേക്കും പോകാൻ പറ്റും, ഏത് പ്രതിസന്ധികളുള്ള സ്ഥലത്തേക്ക് പോകാൻ പറ്റും. കാരണം ദൈവ സാന്നിധ്യമാണ് കൊണ്ടുപോകുന്നത്. ആ ദൈവ സാന്നിധ്യം പ്രൊട്ടക്ട് ചെയ്യും. നമുക്കറിയാം, യാക്കോബിന്റെ മകൻ ജോസഫിനെ സഹോദരങ്ങൾ ഈജിപ്തുകാർക്ക് വിറ്റ് കഴിയുമ്പോൾ അവന്റെ ആ യാത്രയിൽ, ഈജിപ്തിന്റെ ഭരണാധികാരിയായി തീർന്നവരുടെ യാത്രയിൽ എന്തെല്ലാം പ്രശ്നങ്ങളാണ് അവൻ അനുഭവിക്കുന്നത്, എന്തെല്ലാം പ്രതികൂല സാഹചര്യങ്ങളാണ്. സഹോദരന്മാർ അവനെ വിറ്റു, അവനെ അവിടുന്ന് കൊണ്ടുപോയിട്ട് ഈജിപ്തിലെ അടിമ ചന്തയിൽ കൊണ്ട് വിറ്റു. അവിടെ വീണ്ടും കണ്ടുമുട്ടുന്നത് അവിടെ പൊത്തിഫർ എന്നൊരാൾ വാങ്ങിക്കുന്നു. അതിനുശേഷം അവന്റെ ഭാര്യ ഇവനെ പാപത്തിലേക്ക് നയിക്കാൻ ശ്രമിക്കുമ്പം ഇവൻ അതിൽ നിന്നൊക്കെ കുതിര രക്ഷപ്പെട്ടു പോകുന്നത് കാണാൻ പറ്റും. അല്ലെങ്കിൽ ഒത്തിരി അപമാനങ്ങളും തെറ്റിദ്ധാരണകളും പ്രശ്നങ്ങളൊക്കെ അനുഭവിച്ച് ജയിലിലും കടന്നു പോയിട്ട് അവനെ ആർക്കും നശിപ്പിക്കാൻ പറ്റാത്ത ആ യാത്ര മുഴുവനും അവൻ്റെ ദൈവം അവൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഈ യാക്കോബിൻ്റെ അനുഗ്രഹം, യാക്കോബിൻ്റെ അനുഗ്രഹം ജോസഫിനുണ്ടായിരുന്നു. അതുകൊണ്ട് ദൈവം അവൻ്റെ കൂടെ ഉണ്ടായിരുന്നു. യാക്കോബിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ദൈവം തലമുറയിലേക്ക് കയറിപ്പോകുന്നത് കാണാൻ പറ്റും. അത് ജോസഫിന്റെ ജീവിതത്തോട് കയറി വരുന്നത് കാണാൻ പറ്റും. അതേ ദൈവം അവൻ്റെ അടുക്കിലേക്ക് വരിക. ജോസഫിനും തൻ്റെ പൂർവ്വപിതാവായ തൻ്റെ പിതാവായ അല്ലെങ്കിൽ തൻ്റെ പിതാക്കന്മാരായ അബ്രാഹത്തോടും ഇസ്ഹാക്കിനോടും യാക്കോബിനോടും കൂടെ നടന്ന ദൈവത്തെ ജോസഫ് അനുഭവിക്കുന്നത് കാണാൻ പറ്റും, കൂടെ യാത്ര ചെയ്യുന്നത് കാണാൻ പറ്റും. പ്രിയപ്പെട്ടവരെ, ഇതാണ് ഈ അനുഗ്രഹം എന്ന സംഭവം. ഈ അനുഗ്രഹം ഇവിടെ വെച്ച് യാക്കോബിന് കിട്ടുക, ദൈവം അവനെ അനുഗ്രഹിക്കുക. അവരെ എന്നെ അനുഗ്രഹിച്ചിട്ടില്ല, അതങ്ങ് പോകരുത്, നിർബന്ധിക്കുക. എനിക്ക് അനുഗ്രഹം മാത്രം മതി, ഇനി മുന്നോട്ട് വേറൊന്നും വേണ്ട. ഇനി പ്രതികൂല സാഹചര്യങ്ങളെ മറികടക്കുന്നത് ദൈവകൃപ കൊണ്ട്. വേറെ അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത് 2 കൊരിന്ത്യർ 12-ാം അധ്യായത്തിന്റെ 5 മുതൽ 9 വരെയുള്ള വചനം വായിക്കുമ്പോൾ, വെളിപാടുകളുടെ ആധിക്യത്താൽ ഞാൻ അധികം ആഹ്ലാദിക്കാതിരിക്കേണ്ടതിന് എൻ്റെ ശരീരത്തിന് മുള്ളു നൽകപ്പെട്ടിരിക്കുന്നു. ഞാൻ ആദ്യം പറഞ്ഞത് ആഹ്ലാദിക്കാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു പിശാചിന്റെ ദൂതൻ എൻ്റെ കൂടെയുണ്ട്, എന്നെ അലട്ടുന്നെന്ന് പറഞ്ഞിട്ട് പറയും. കർത്താവിനോട് പറഞ്ഞു, എനിക്കെൻ്റെ കൃപ മാത്രം മതി. ഇതാണ് കൃപയാണ്, ഇതാണ് അനുഗ്രഹം. ഈ കൃപയുണ്ടെങ്കിൽ പോകുന്ന വഴികളിൽ ദൈവം പരിപാലിക്കുന്നത് കാണാൻ പറ്റും, ദൈവ പരിപാലനം അനുഭവിക്കാൻ പറ്റും. അതുകൊണ്ട് പൗലോസിനെയൊക്കെ 1 കൊരിന്ത്യർ 15:10 പറയും, ഞാൻ എന്തായിരിക്കുന്നത് ദൈവകൃപയാലാണ്. ദൈവം എൻ്റെ വെച്ച് കൃപ നഷ്ടപ്പെട്ടു പോയിട്ടില്ല, മറിച്ച് മറ്റെല്ലാവരെക്കാൾ അധികം ഞാൻ അധ്വാനിച്ചു. ഞാനല്ല, ദൈവകൃപയാണ് അധ്വാനിച്ചത് എന്ന് പറയും. അതിനർത്ഥം ദൈവകൃപയെ അവനെ പ്രൊട്ടക്ട് ചെയ്യണം. ദൈവകൃപയുടെ വലിയൊരു സംരക്ഷണ വലയമുണ്ട്. ആ കൃപ കിട്ടുക എന്നുള്ളതാണ്. ഈശോയിലൂടെ നമുക്ക് കിട്ടിയത് കൃപയാണ്, ഈ അനുഗ്രഹമാണ് കിട്ടുന്നത്. ആത്മാവിനെ ഇത് പരിശുദ്ധാത്മാവാണ്. ഈ പരിശുദ്ധമാർ കൂടെ വരുമ്പോഴാ നമ്മുടെ ജീവിതയാത്രയിൽ പ്രതിസന്ധികളും പ്രശ്നങ്ങളും വരുമ്പോൾ അതിനെ അതിജീവിച്ച് മുന്നോട്ട് പോകാൻ പറ്റുക. യാക്കോബ് ശരിക്കും ഭയന്ന് ഒളിച്ചോടുന്ന ആ രാത്രിയിൽ ദൈവം അവനെ വിടുന്നില്ല. ആ അനുഗ്രഹം അവൻ അറിഞ്ഞില്ല ദൈവം അവനെ വട്ടം കയറി പിടിക്കുമെന്ന്. അത് പ്രിയപ്പെട്ട മക്കളെ, നീ തിരഞ്ഞെടുക്കപ്പെട്ട മകനാണ്, നീ തിരഞ്ഞെടുക്കപ്പെട്ട മകളാണെങ്കിൽ എന്തിനീ ഭയപ്പെടുന്നു? ആണ് ദൈവം ഞാൻ നിന്റെ കൂടെയുണ്ട്, സംഭ്രമിക്കേണ്ട, ഞാനാണ് നിന്റെ ദൈവം. അഗ്നിയിലൂടെ നടന്നാലും നിനക്ക് പൊള്ളലേൽക്കില്ല. യെശയ്യാ 43:1 മുതൽ 7 വരെയുള്ള വചനം വായിക്കുമ്പോൾ, യാക്കോബേ നിന്നെ സൃഷ്ടിക്കുകയും ഇസ്രായേലിനെ നിന്നെ രൂപപ്പെടുത്തുകയും ചെയ്ത കർത്താവ് അരുളിച്ചെയ്യുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, സംഭ്രമിക്കേണ്ട, ഞാനാണ് നിന്റെ ദൈവം, ഞാൻ നിന്റെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എൻ്റേതാണ്. ഇതൊക്കെ പറയുമ്പോൾ അതിന് അർത്ഥം പറ്റൊന്നുമല്ല, ആ ദൈവം കൂടെ നടക്കും ദൈവം. അതാണ് അനുഗ്രഹത്തിന്റെ പ്രത്യേകത. ഇതാണ് അനുഗ്രഹം. ദൈവം കൂടെ വരുന്നു, അതാണ് അനുഗ്രഹം. അനുഗ്രഹം വെച്ചാൽ ദൈവം ഒരുവൻ്റെ കൂടെ യാത്ര ചെയ്യുന്നു, അവൻ്റെ കഷ്ടപ്പാടിലും ക്ലേശങ്ങളിലും ദൈവം പങ്കുചേരുന്നു, അവൻ്റെ സഹനങ്ങളിലും പങ്കുചേരുന്നു, അവൻ്റെ ബലഹീനതകളിൽ പോലും ദൈവം കൂടെ നടന്ന് അവനെ സംരക്ഷിക്കുന്നു, അപകടങ്ങളിൽ നിന്ന് ആപത്തുകളിൽ നിന്ന് രക്ഷപ്പെടുത്തി അവനെ കൊണ്ടുപോകുന്ന ഒരു ദൈവം. യാക്കോബിൻ്റെ ജീവിതത്തിൻ്റെ ഒരുപാട് അപകടങ്ങളുടെയും പ്രശ്നങ്ങളുടെയും വേദനകളുടെയും ഒറ്റപ്പെടലിൻ്റെയും സങ്കടങ്ങളുടെയും ഒക്കെ നടുവിലൂടെ അവനെ കൂട്ടിക്കൊണ്ടുപോകുന്നൊരു ദൈവം. അതുകൊണ്ട് എവിടെ വെച്ചെങ്കിൽ അവൻ തിരിഞ്ഞോടാൻ ശ്രമിച്ചാൽ ദൈവം സമ്മതിക്കത്തില്ല, അവനെ ദുഃഖിതനാക്കുന്നില്ല, അവനെ അനുഗ്രഹിച്ച് സന്തോഷഭരിതനാക്കുന്ന ദൈവത്തെയാണ് നമ്മൾ കണ്ടുമുട്ടുന്നത്. അവനെ പിടിച്ചു കെട്ടി രാത്രി മുഴുവൻ ആ ഇരുട്ടിൽ അവൻ എങ്ങനെയും ഒളിച്ചോടാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അവനെ രാത്രി മുഴുവൻ വട്ടം മുറുകെ പിടിക്കുന്ന ഈ ദൈവം. അങ്ങനെ പ്രഭാതമായപ്പോൾ ആ ദൈവദൂതൻ ഇവനെ കീഴപ്പെടുത്തുന്ന സംഭവമാണ്. അപ്പോൾ എന്നിട്ട് അവനോട് പറഞ്ഞുണ്ട്, നീ ഇപ്പോൾ മനുഷ്യനോടും ദൈവത്തോടും മല്ലിട്ട് നീ ജയിച്ചിരിക്കുന്നു, നീ ജയിച്ചു എന്ന് വെച്ചാൽ അർത്ഥം നിന്നെ തോൽപ്പിക്കുകയല്ല, അവിടെ നിന്ന് ജയിച്ചു വെച്ചാൽ നിന്നിലെ പൈശാചികത മുഴുവൻ മാറിപ്പോയി, നീ ഇപ്പോൾ ആത്മീയനായി മാറിയിരിക്കുകയാണ്, നീ കൃപയിലേക്ക് വന്നിരിക്കുകയാണ്.
അതുകൊണ്ടാണ് അവൻ അനുഗ്രഹം ചോദിക്കുന്നത്. ഇനി എനിക്ക് അനുഗ്രഹം മതി, ഭയടി ഭയന് നിന്റെ ഒരു അനുഗ്രഹം മാത്രം മതി. ഇനിയുള്ള തിരിച്ച് എൻ്റെ ശത്രുവായ, അല്ലെങ്കിൽ എൻ്റെ സഹോദരനാണെങ്കിലും എൻ്റെ ശത്രുവായി തീർന്ന ആ ഏസാവിൻ്റെ അടുക്കിലേക്ക് ഞാൻ പോവുക. അവിടെ എനിക്ക് അപകടമുണ്ടാകാതിരിക്കാൻ നിന്റെ ഒരു അനുഗ്രഹം മാത്രം മതി എന്ന് പറയുന്ന യാക്കോബിനെ കണ്ടുമുട്ടും. അവൻ ചോദിച്ചു, നിന്റെ പേരെന്താണ്? യാക്കോബ് അവൻ മറുപടി പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞു, ഇനിമേൽ നീ യാക്കോബ് എന്നല്ല, ഇസ്രായേൽ എന്ന് വിളിക്കപ്പെടും. എന്നാൽ ദൈവത്തോടും മനുഷ്യരോടും നീ മല്ലിട്ട് ജയിച്ചിരിക്കുന്നു. നീ ജയിച്ചു, നീ തോറ്റില്ല. ശരിക്കും അവിടെ നമ്മൾ കണ്ടുമുട്ടുന്ന അവൻ ശരിക്കും അപകടം പറ്റുന്നത് യാക്കോബിനാണ്. അവനാണ് തളർന്നു പോകുന്നത്. പക്ഷേ അവനോട് ജയിച്ച് കറച്ചിൽ അവൻ കീഴടങ്ങുന്നു. ദൈവത്തിന് കീഴടങ്ങുമ്പോഴാണ് നാം ജയിക്കുന്നത്. ഒരുവന്റെ ജീവിതത്തിൽ ദൈവത്തോടും ദൈവവചനത്തോടും കീഴ്പ്പെടുമ്പോഴാണ് ആ വ്യക്തി ജയിക്കുന്നത്. പരിശുദ്ധ അമ്മയെ ജയിക്കുന്ന എപ്പോഴാണ്? ലൂക്ക 1:38 ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറയുമ്പോഴാണ് ദൈവം വിജയം, നമ്മൾ ജയിക്കുന്നത്. ദൈവവചനത്തോട് ചേർന്ന് ജീവിക്കാൻ സാധിക്കുമ്പോഴാണ് യഥാർത്ഥ വിജയം. അത് ലോകാരൂപിയിൽ ജീവിക്കുന്നതല്ല വിജയം, അതല്ല. അപ്പം വിജയം എപ്പോഴും ദൈവത്തോട് ചേർന്ന് ജീവിക്കുമ്പോഴാണ് വിജയം നേടുന്നത്. അത് ഇവിടെ വെച്ച് യാക്കോബ് അനുഗ്രഹിക്കപ്പെടുന്നത് കാണാൻ പറ്റും. അപ്പോൾ അവൻ പറഞ്ഞു, ഇനി ഒരിക്കലും നീ യാക്കോബ് എന്നല്ല, ഇസ്രായേൽ എന്ന്, നീ ഒരു ജനതയായിട്ട് മാറാൻ പോവാ. കാരണം ദൈവം കൂടെയുള്ളവൻ പോകുന്നിടത്തെല്ലാം അനുഗ്രഹമായിട്ട് മാറും. ദൈവം അവൻ്റെ മക്കളുടെ കൂടെ യാത്ര ചെയ്യുന്നു. അതാണ് ഇതിൻ്റെ മനോഹരമായ കാര്യം. യാക്കോബിൻ്റെ മക്കളോട് പിന്നീട് കാണാൻ പറ്റിയത് 12 മക്കളിലേക്ക് ഈ ദൈവസാന്നിധ്യം പകർന്നു കയറുന്നത് കാണാൻ പറ്റും. ആ 12 മക്കൾ വളർന്ന് 12 ഗോത്രങ്ങളായിട്ട് മാറും. അവിടെയും ഈ അനുഗ്രഹം അവരെ പിന്തുടരുന്നത് കാണാം. കർത്താവിൻ്റെ അനുഗ്രഹം എന്നെ പിന്തുടരുമെന്ന് സങ്കീർത്തനം 23 പ്രവാചകനായ ദാവീദ് പറയുന്നത് കാണാൻ പറ്റുമേ. ദാവീദ് പറയുന്നുണ്ട്, അതായത് കർത്താവിൻ്റെ അനുഗ്രഹം എന്നെ പിന്തുടരും. ആ അനുഗ്രഹം കൂടെ നടക്കുന്നതുകൊണ്ടാണ് ദൈവം കൂടെ. അതുകൊണ്ടാണ് സഭയുടെ വിജയമോ എൻ്റെ വിജയമോ നിങ്ങളുടെ വിജയമോ നമ്മുടെ ആരുടെയും വിജയമൊന്നുമല്ല, ഇത് കർത്താവിൻ്റെ വിജയമാണിത്. ഒരാത്മാവ് രക്ഷപ്പെടുമ്പോൾ നമ്മുടെ ആരുടെയും കഴിവിൻ്റെയോ പ്രാപ്തിയുടെയോ കഴിവുണ്ടല്ലോ, ദൈവാനുഗ്രഹം കൊണ്ടാണ്. അപകട ആപത്തും കൂടാതെ ഒരു നല്ല മരണം വരെ എത്തുന്നത്, അത് നല്ലൊരു ജീവൻ നയിക്കാൻ ഈ ഭൂമിയിൽ കഴിയുന്നത് ആ ദൈവം കൂടെ ഉള്ളതുകൊണ്ടാണ്. അങ്ങനെ പറ്റുള്ളൂ. ആ ദൈവത്തെ മറന്നു പോകരുത്. ചിലപ്പോഴൊക്കെ പഴയ നിയമത്തിലെ ഏസാവിനെ പോലെ ദൈവം നമുക്ക് തന്ന ശ്രേഷ്ഠമായ സ്ഥാനം, ദൈവവിളി, ക്രൈസ്തവ വിളി, വിശുദ്ധിയിലേക്കുള്ള വിളി, അതൊക്കെ തിരസ്കരിച്ചുകൊണ്ട് നമ്മൾ തന്നിഷ്ടം പോലെ നമ്മൾ പോകുമ്പോൾ അവിടെ വെച്ചാണ് നഷ്ടം ഉണ്ടാകുന്നത്. നമ്മൾ ആ പുത്രസ്ഥാനം കളയുന്നു, പുത്രനെ കളയുന്നു, ഈശോമിശിഹായെ കളയുന്നു, കർത്താവിനെ തള്ളിപ്പറയുന്നു, സത്യവിശ്വാസം തള്ളിപ്പറയുന്നു. അപ്പോഴൊക്കെ വലിയ അനർത്ഥങ്ങൾ, വലിയ അപകടങ്ങൾ നമ്മുടെ കൂടെ വരും. അപ്പോൾ അതിനെ മറികടക്കണമെങ്കിൽ ഈ കൃപ നമ്മളെ കൈപിടിച്ച് നടത്തണം. അപ്പോൾ അതിന് വേണ്ടി പറയാം. അപ്പോൾ അവൻ പറഞ്ഞു, ഇനി മേൽ നീ യാക്കോബ് എന്നല്ല, ഇസ്രായേൽ എന്ന് വിളിക്കപ്പെടും. കാരണം ദൈവത്തോടും മനുഷ്യരോടും നീ മല്ലിട്ട് ജയിച്ചിരിക്കുന്നു. യാക്കോബ് അവനോട് പറഞ്ഞു, അങ്ങയുടെ പേരെന്നോട് പറയണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. എന്തിനാണ് എൻ്റെ പേരറിയുന്നത് അവൻ ചോദിച്ചു. അവിടെ വെച്ചാണ് അവൻ യാക്കോബിനെ അനുഗ്രഹിച്ചു. അത് വലിയ ഭാഗ്യം. അനുഗ്രഹിക്കുകയാണ്. അബ്രാഹത്തെ അനുഗ്രഹിച്ച ദൈവം ഇസ്ഹാക്കിനെ അനുഗ്രഹിക്കുന്നു. യാക്കോബിനെ അനുഗ്രഹിക്കുക. അനുഗ്രഹത്താണ് ഞാൻ കൂടെ വരും. അതാണ് ദൈവത്തിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹം നമുക്ക് നൽകുന്നത്. ഞാൻ കൂടെ വരുമെന്നുള്ളതാണ്. ദൈവം കൂടെ യാത്ര ചെയ്യും എന്നുള്ളതാണ് നമുക്ക് കിട്ടാൻ പോകുന്ന ഏറ്റവും വലിയ അനുഗ്രഹം. അത് കിട്ടിയെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിന് അർത്ഥമുണ്ടാകുകയുള്ളൂ. അതാണ് ഈ പുറപ്പാട് പുസ്തകത്തിൻ്റെ 33-ാമത്തെ അധ്യായത്തിൽ വളരെ വ്യക്തമായിട്ട് മോശ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നൊരു പ്രാർത്ഥനയുണ്ട്. അതിന് ദൈവം കൊടുക്കുന്നൊരു മറുപടിയുണ്ട്. പുറപ്പാട് പുസ്തകം 33:12 മുതൽ മോശ കർത്താവിനോട് പറഞ്ഞു, ഈ ജനത്തെ നയിക്കുക എന്ന് അങ്ങ് എന്നോട് ആജ്ഞാപിക്കുന്നു. എന്നാൽ ആരെയാണ് എൻ്റെ കൂടെ അയക്കുക എന്ന് അറിയിച്ചിട്ടില്ല. എന്നിട്ടും എനിക്ക് നിന്നെ നന്നായിട്ടറിയാം, നീ എൻ്റെ പ്രീതി നേടിയിരിക്കുന്നു എന്ന് അവിടുന്ന് പറയുന്നു. അങ്ങനെ സംപ്രീതനാണെങ്കിൽ അങ്ങയുടെ വഴികൾ എനിക്ക് കാണിച്ചു തരിക. അങ്ങനെ ഞാൻ അങ്ങേ അറിയുകയും പ്രീതിപ്പെടുത്തുകയും ചെയ്യട്ടെ. ഈ ജനത അങ്ങയുടെ സ്വന്തം ജനമാണെന്ന് ഓർമ്മിച്ചാലും കർത്താവ് പറഞ്ഞു, ഞാൻ തന്നെ നിന്നോട് കൂടെ വരികയും നിനക്ക് ആശ്വാസം നൽകുകയും ചെയ്യും. അതാണ് പുറപ്പാട് 33:14. ഞാൻ തന്നെ നിന്നോട് കൂടെ വരികയും നിനക്ക് ആശ്വാസം നൽകുകയും. ദൈവം കൂടെ, അതാണ് അനുഗ്രഹം. കൃപയെന്ന വാക്കിനർത്ഥത ദൈവം കൂടെ വരുന്ന യാത്ര. ദൈവം കൂടെ വരിക, യാത്ര ചെയ്യുന്നു. അതാണ് ഈശോ ശിഷ്യന്മാർക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ പ്രോമിസ്. ലോകാവസാനം വരെ, അതായത് മത്തായിയുടെ സുവിശേഷം 28:20 പറഞ്ഞ പോലെ ലോകാവസാനം വരെ ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. അതാണ് ഒരുവന് കിട്ടുന്ന അനുഗ്രഹം. അതാണ് ഒരുവന് കിട്ടുന്ന ഏറ്റവും വലിയ അനുഗ്രഹം. സഹയാത്രികനായിട്ട് കർത്താവ് കൂടെ വരുന്നു. എമ്മൗസിലേക്ക് പോകുന്ന ശിഷ്യന്മാരുടെ ജീവിതത്തിൽ കണ്ടുമുട്ടുന്നത് അവരുടെ കൂടെ യാത്ര ചെയ്യുന്നൊരു ദൈവത്തെ കണ്ടുമുട്ടുകയാണ്. അതാണ് ഈ നമ്മുടെ ദൈവത്തിൻ്റെ പ്രത്യേകത. അങ്ങ് ആകാശമേഘപാളികൾക്കപ്പുറത്ത് ഒളിച്ചിരിക്കുന്ന ദൈവമോ ഏതെങ്കിലും രൂപങ്ങളിലോ അവിടെ എവിടെയെങ്കിലും ആവസിച്ചോ ആവഹിച്ചിരിക്കുന്നൊരു ദൈവമോ അല്ല നമ്മുടെ ദൈവം. നേരെ മറിച്ച് തൻ്റെ ജനത്തിൻ്റെ കൂടെ യാത്ര ചെയ്യുന്ന ഇമ്മാനുവേൽ, നമ്മുടെ ദൈവം നമ്മോട് കൂടെ യാത്ര ചെയ്യുന്ന ദൈവമാണ്.
ഈ നോയമ്പ് കാലത്തിൻ്റെ അല്ലെങ്കിൽ ഈ വിശുദ്ധ വാരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഓർത്തണം, ഈ ദിവസങ്ങളിൽ നമ്മൾ ധ്യാനിക്കാൻ പോകുന്ന കർത്താവിൻ്റെ പീഡാസഹനങ്ങളും കുരിശുമരണത്തെ ഒക്കെ ധ്യാനിക്കുമ്പോൾ ഓശാന മുതൽ ഈ ഈസ്റ്റർ വരെയുള്ള ദിനങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഈ സമയത്ത് ഓർത്തുകൊള്ളുന്ന ഒരേ ഒരു കാര്യം ഇതാണ്. എന്താണ് അർത്ഥം? കൂടെ യാത്ര ചെയ്യുന്ന ദൈവം, ആ കൂടെ നടന്ന് നമ്മുടെ പാപങ്ങൾക്ക് പോലും പരിഹാരം ചെയ്ത് നമ്മെ വീണ്ടെടുക്കുന്ന ദൈവം, ആ ദൈവത്തെ നമ്മൾ അറിയണം. അതാണ് കൃപ. അതാണ് കൃപ എന്ന് വെച്ചാൽ ദൈവം കൂടെ യാത്ര ചെയ്യുന്നതിന് പറയുന്ന പേരാണ് കൃപ. ദൈവം ഒരുവൻ്റെ കൂടെ യാത്ര ചെയ്ത് അവൻ ഒന്നുമല്ല, പക്ഷേ ദൈവം അവനെ ഒരു ഉപകരണമാക്കി ദൈവം പ്രവർത്തിക്കുന്നതാണ് കൃപ. അതാണ് അനുഗ്രഹം. യാക്കോബിൻ്റെ കൂടെ ദൈവം വരികയാണ്. ഇത് പഴയ നിയമത്തിൽ അബ്രാഹത്തിൻ്റെ കൂടെയുണ്ട്. അത് കാരണം വിശ്വസിച്ചുകൊണ്ട് ദൈവത്തെ സംശയം കൂടാതെ വിശ്വസിക്കുന്നു, ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കുന്നു, സത്യദൈവത്തെ വിശ്വസിക്കുന്നു, ഈശോമിശിഹായിൽ വിശ്വസിക്കുന്നു, പരിശുദ്ധാത്മാവിൽ വിശ്വസിക്കുന്നു. ആ സഭയുടെ കൂടെ ഈശോ യാത്ര ചെയ്യുന്നു. അത് നമ്മൾ മനസ്സിൽ നിന്ന് പോകരുത്. അത്ര ആഴപ്പെടുത്താമോ അത്രമാത്രം ആഴപ്പെടുത്തണം. ആ ബന്ധം, അതാണ് ആ കൃപയാണ്. ആ കൃപയുള്ളവൻ പോകുന്ന വഴികളിൽ ദൈവം പരിപാടി. അവർ ശരിയാണ്, ആ പോകുന്ന വഴിയിൽ ഒരു സഹനം ഉണ്ടാകുന്നുണ്ട്. യാക്കോബിൻ്റെ കൂടെ ദൈവമുണ്ടെങ്കിലും പോകുന്ന വഴി ഒരുപാട് അടികൾ അവന് കിട്ടുന്നുണ്ട്, ഒരുപാട് ഒറ്റപ്പെടലുണ്ടാകുന്നു. അവൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ സമയത്തൊന്നും നടക്കുന്നില്ല, പല പ്രതിസന്ധികളുണ്ട്. പക്ഷെ അവൻ തോക്കുന്നില്ല, ഒരിടത്തും പരാജയപ്പെടുന്നില്ല, എല്ലായിടത്തും ഒരു വിജയം നേടിയെടുക്കുന്നുണ്ട്. കാരണം ദൈവം അവൻ്റെ കൂടെയുണ്ട്. ദൈവത്തിൽ അവനെ ശുദ്ധീകരിച്ച് നേടിയെടുക്കുന്ന ഒരു കാലഘട്ടമായിട്ടാണ് വചനത്തിൽ കണ്ടുമുട്ടുക. ആ അബ്രാഹാം, ആ യാക്കോബിൻ്റെ അവസാനം അവൻ ചോദിക്കുന്ന മറ്റൊന്നുമല്ല, എനിക്ക് നിൻ്റെ ഒരു അനുഗ്രഹം മാത്രം മതി. അനുഗ്രഹത്തിന് വേണ്ടി അവന് മുട്ടുമേ നിൽക്കുന്നത് കാണാൻ പറ്റും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഭയിലൂടെ നമുക്ക് ചോദിക്കേണ്ടതും കർത്താവിനോട്, കർത്താവ് നിൻ്റെ ഒരു അനുഗ്രഹം, നീ ഞങ്ങളുടെ കൂടെ യാത്ര ചെയ്യണം. ഇവിടെ മോശ പറയുക, നീ ഞങ്ങളുടെ കൂടെ യാത്ര ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്നു, ദൈവത്തിന് ആവശ്യപ്പെടും. പുറപ്പാട് 33:14 പറയും. അപ്പോൾ കർത്താവ് പറയും, ഞാൻ തന്നെ നിന്നോട് കൂടെ വരികയും നിനക്ക് ആശ്വാസം നൽകുകയും ചെയ്യും. മോശ പറഞ്ഞു, അങ്ങ് ഞങ്ങളോട് കൂടെ വരികയില്ലെങ്കിൽ ഞങ്ങൾ ഇവിടെ നിന്ന് പറഞ്ഞയക്കരുത്. അങ്ങ് പോരുന്നില്ലെങ്കിൽ അങ്ങ് എന്നിലും അങ്ങയുടെ ജനത്തിലും സംപ്രീതനാണെന്ന് എങ്ങനെ വെളിപ്പെടും? അങ്ങ് ഞങ്ങളോട് ഒത്തു യാത്ര ചെയ്യുമെങ്കിൽ ഞാനും അങ്ങയുടെ ജനവും ഭൂമുഖത്തുള്ള എല്ലാ ജനതകളും വ്യത്യസ്തമായിരിക്കും. നമുക്കറിയാം, ഇസ്രായേൽ ജനം ആ നാളുകൾ ഒരുപാട് യുദ്ധങ്ങൾ ഏർപ്പെടുമ്പോഴും അല്ലെങ്കിൽ തേനും പാലും ഒഴുകുന്ന കാനാൻ ദേശം പ്രവേശിക്കുമ്പോൾ ഒരുപാട് പ്രതിസന്ധികൾ പോകുന്നു. എല്ലാത്തിനെയും അതിജീവിച്ചു പോകുന്നു. അത് അവരുടെ കഴിവല്ല, അവർ കൂടെ നടക്കുന്ന ദൈവത്തിൻ്റെ ശക്തിയാണ്. ആ ദൈവമാണ് അവർക്ക് വിജയം നൽകിയത് മുഴുവനും. അതെ, മോശ പാറമേൽ അടിക്കുമ്പോൾ ജലം വന്നത് മോശ അടിച്ചത് കൊണ്ടല്ല, അത് കർത്താവ് പറഞ്ഞു, ഞാൻ ആ പാറമേൽ നിൽക്കും, ഞാൻ അവിടെ നിൽക്കും, ഞാനാണ് ജലം എടുക്കുന്നത്. അത് നീ ഒരു അടയാളമായിട്ട് അവിടെ നിൽക്കണം. ചില അടയാളങ്ങളും പ്രതീകങ്ങളിലൂടെയും ദൈവം തൻ്റെ രക്ഷാകര സംഭവങ്ങളും മുഴുവൻ നമുക്ക് കാണിച്ചു തരിക, നമ്മെ രക്ഷപ്പെടുത്തുന്ന വഴികൾ കാണിച്ചു തരിക. അവിടെ ദൈവമാണ് അവിടെ പ്രവർത്തിക്കുന്നത്. ഇസ്രായേൽ ജനം 40 വർഷം മരുഭൂമിയിൽ പോയത് അവരുടെ കഴിവുകൊണ്ടോ അവരുടെ മാന്യത കൊണ്ടൊന്നുമല്ല, ദൈവം അവരുടെ കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട്. അതാണ് ദൈവമാണ് അവർക്ക് ആ മന്ന പൊഴിച്ചു കൊടുക്കുന്നത്, ദൈവമാണ് ജലം കൊടുക്കുന്നത്, ദൈവം നടത്തുന്നു. ആ ദൈവത്തെ അറിയണം. അതാണ് കൃപ എന്ന വാക്കിൻ്റെ അർത്ഥം. ആ കൃപ നമുക്ക് ചോർന്നു പോയിട്ടുണ്ടോ, നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ എന്ന് ഈ ദിവസങ്ങളിൽ പ്രത്യേകമായിട്ട് നമ്മൾ ധ്യാനിക്കേണ്ട വിഷയമാണ്. മോശ ദൈവത്തോട് പറഞ്ഞു, അങ്ങ് ഞങ്ങളോട് കൂടെ വരികയില്ലെങ്കിൽ ഞങ്ങൾ ഇവിടെ നിന്ന് പറഞ്ഞയക്കരുത്. അതായത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കളെ, നമ്മുടെയൊക്കെ കുടുംബത്തിൽ നമ്മുടെ മക്കൾക്ക് എന്ത് വേണം? വിദ്യാഭ്യാസമുണ്ട്, കഴിവുണ്ട്, അറിവുണ്ട്, പഠനമുണ്ട്, അല്ലെങ്കിൽ വീടുണ്ട്, ജോലി കിട്ടി, സമ്മതം കിട്ടി, അതുകൊണ്ടൊന്നും കാര്യമില്ല. ദൈവം കൂടെ ഉണ്ടാകണം. ദൈവം കൂടെ ഉണ്ടെങ്കിലേ ആ ഒരു സാന്നിധ്യ അനുഭവം നമുക്ക് കിട്ടുകയുള്ളൂ. ശരിക്കും മാമോദീസായിലൂടെ സഭയിലൂടെ നമുക്ക് കിട്ടിയിരിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹം കർത്താവിനെയാണ്, എൻ്റെ പരിശുദ്ധാത്മാവിനെയാണ്. പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്നത്, അതാണ് നമുക്ക് കിട്ടിയ അനുഗ്രഹം. കളയരുതത്. യേശാവിനെ പോലെ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി തൻ്റെ കടിഞ്ഞൂൽ പുത്ര സ്ഥാനം വിറ്റ യേശാവിനെ പോലെ നമ്മൾ ആ കൃപ കളയരുത്. ദൈവ സാന്നിധ്യം കളയുന്ന പ്രവർത്തികൾ നമ്മൾ ചെയ്യരുത്. പാപങ്ങൾ ചെയ്യുമ്പോഴും ദൈവവിരുദ്ധമായ പ്രവർത്തികളിൽ ഏർപ്പെടുമ്പോഴും ചർച്ചകളും സംഭവങ്ങളും പാപത്തിൽ കഴിയുമ്പോൾ ഈ ദൈവ സാന്നിധ്യം ചിലപ്പോൾ നമുക്ക് നഷ്ടപ്പെട്ടു പോയെന്ന് വരാം. അത് തിരിച്ചറിഞ്ഞുകൊള്ളുക. അതുകൊണ്ട് അത് നഷ്ടപ്പെട്ടു പോകാതിരിക്കുക, ആ അനുഗ്രഹം, ആ കൃപ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി സൂക്ഷിക്കണം. അതാണ് ഹെബ്രായ ലേഖനം, ദൈവകൃപ ആർക്കും നഷ്ടപ്പെടാതെ പോകാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളൂ എന്ന് പറയും. അപ്പോൾ ഈ കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണം. ഈ ദിനത്തിൽ അബ്രാഹാം അല്ലെങ്കിൽ ഇസ്ഹാക്ക്, യാക്കോബൊക്കെ നേടിയെടുത്ത അനുഗ്രഹത്തിനായിട്ട് പ്രാർത്ഥിക്കാം. യാക്കോബ് ആ ദൈവദൂതനോട് പറഞ്ഞതുപോലെ നമുക്കിന്ന് പ്രാർത്ഥിക്കാം. അങ്ങ് എന്നെ അനുഗ്രഹിച്ചിട്ടില്ലാതെ അങ്ങ് പോകരുത് എന്ന് നമുക്ക് കർത്താവിനോട് പറയാം. അവൻ പറഞ്ഞു, നേരം പുലരുകയാണ്, ഞാൻ പോകട്ടെ. യാക്കോബ് മറുപടി, എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ അങ്ങേ ഞാൻ വിടുകയില്ല. അങ്ങനെ അവൻ ആ ദൈവദൂതൻ അനുഗ്രഹം പ്രാപിച്ചുകൊണ്ട് അവൻ മുന്നോട്ട് യാത്ര ചെയ്യുന്നു. പിന്നീട് നമുക്കറിയാം, അവനെ ദൂരേന്ന് കാണുന്ന, അതായത് യാക്കോബിനെ ദൂരേന്ന് കാണുന്ന അവൻ്റെ സഹോദരൻ
യേശാവിന് വലിയൊരു മനം മാറ്റം, ഓടി വന്ന് കെട്ടിപ്പിടിച്ച് അവനെ സ്നേഹിച്ച് പറഞ്ഞിട്ട് ദൈവത്തിൻ്റെ മുഖം കാണുന്ന പോലെയാണ് ഞാൻ നിന്നെ കണ്ടത്. എല്ലാവരും കാഴ്ചപ്പാട് മാറിപ്പോയി. ദൈവം കൂടെ ഉണ്ടെങ്കിൽ അവിടെ ശത്രുവില്ല. എല്ലാ പ്രശ്നങ്ങളിലും ദൈവം കൂടെ ഇല്ലാത്തതുകൊണ്ടാണ്, ദൈവ സാന്നിധ്യം നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നതുകൊണ്ടാണ് പലതും പ്രശ്നങ്ങൾ തീരാത്തതിൻ്റെ കാരണം. നമുക്ക് കൃപ ചോർന്നു പോയതുകൊണ്ടാണ് നമ്മുടെ ശത്രുവിലേക്ക് നോക്കുമ്പോൾ നമുക്ക് ദൈവത്തെ കാണാൻ പറ്റാത്തത്, നമുക്ക് ആരിലും ദൈവത്തെ കാണാൻ പറ്റാത്തത്. ഒരു പരിധിവരെ നമ്മുടെ കൃപ ചോർന്നു പോയതിൻ്റെ തെളിവാണത്. കൃപ കിട്ടിക്കഴിയുമ്പോൾ നമുക്കെല്ലാ പ്രശ്നങ്ങളും മാറും. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ശരിക്കും എളിമയോട് പ്രാർത്ഥിക്കാം. നമുക്കറിയാം, പരിശുദ്ധ അമ്മയോട് ദൈവദൂതൻ പറഞ്ഞു, ദൈവകൃപ നിറഞ്ഞവളെ, കാരണം നമ്മുടെ കൂടെ കർത്താവ് നിന്നോട് കൂടെ. അതാണ് ദൈവകൃപ വെച്ചാൽ കർത്താവ് നിന്നോട് കൂടെ. ദൈവകൃപ കൂടെയുണ്ടോ വെച്ചാൽ കർത്താവ് നിന്നോട് കൂടെയുണ്ടോ എന്നർത്ഥമാണ്. യോഹന്നാൻ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വചനത്തിൽ നിക്കോദേമോസ് ഈശോയോട് ഒന്ന് പറയുന്നുണ്ട്, നീ പ്രവർത്തിക്കുന്ന അത്ഭുതങ്ങൾ, അടയാളങ്ങൾ ഈശോയോട് പറയാണ്, ദൈവം കൂടെയില്ലെങ്കിൽ ഒരുവനും ഇത്തരം പ്രവർത്തികൾ ചെയ്യാൻ സാധ്യമല്ല. അത് കൃപയുള്ള, അതാണ് കൃപയത. ദൈവം കൂടെയുള്ളത് കൊണ്ടാണ്. അപ്പൊ ദൈവ സാന്നിധ്യത്തിന്റെ കൂടെയുണ്ട്. അതാണ് ദൈവ കൃപയതാണ്, ഡിവൈൻ ഗ്രേസ്. അതാണ് ആ ഗ്രേസ് കിട്ടാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ആ അനുഗ്രഹത്തിന് വേണ്ടി നമുക്ക് യാചിക്കാം. നമ്മൾ തോൽപ്പിക്കില്ല. ഒരു കാര്യം ഉറപ്പാണ്, ദൈവ കൃപ കിട്ടിയവൻ ഒന്നും പേടിക്കണ്ട. സഹനങ്ങൾ വരാം, പ്രതികൂല സാഹചര്യം വരാം, ബലഹീനതകൾ വരാം, വീഴ്ചകൾ വരാം, ദൈവം അവനെ ഒരിക്കലും വിട്ടുവെച്ച് പോകില്ല. അതാണ് ദൈവ ചരിത്രം നൽകുന്ന ഏറ്റവും വലിയ പാഠം. അതാണ്. ഈ കൃപയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ സമയത്ത് അതിശക്തമായ നമ്മുടെ ഡെലിവറൻസിന്റെ, സൗഖ്യത്തിന്റെ, വിടുതലിന്റെ ആരാധനയിലേക്ക് പ്രവേശിക്കാം. ദൈവകൃപ കൊണ്ട് നിറഞ്ഞ് കർത്താവിന്റെ ആത്മാവ് ഈ സമയത്ത് ഈ കൂട്ടായ്മ പ്രവർത്തിക്കട്ടെ. അടയാളങ്ങൾ, അത്ഭുതങ്ങൾ, രോഗശാന്തികൾ ധാരാളമായി ഈ സമൂഹത്തിലേക്ക് ഈ സമയത്ത് ചൊരിയപ്പെടട്ടെ. ആമേൻ. ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ ഹൃദയമോടെ, ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ ശക്തിയോടെ, ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ ശക്തിയോടെ, ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ മനസ്സോടെ, ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ ഹൃദയമോടെ. ആരാധിക്കും എൻ്റെ ദൈവത്തെ, ദാവീദിനെ പോൽ എന്നെ ഞാൻ മറന്നിട്ടിന്ന് ആരാധിക്കും എൻ്റെ ദൈവത്തെ, ദാനിയേലെ പോൽ സഹനത്തിലും ആരാധിക്കും എൻ്റെ ദൈവത്തെ, ദാവീദിനെ പോൽ എന്നെ ഞാൻ മറന്നിട്ടിന്ന് ആരാധിക്കും എൻ്റെ ദൈവത്തെ. സന്തോഷം വന്നാലും സന്താപം വന്നാലും ആരാധിക്കും എൻ്റെ ദൈവത്തെ, സന്തോഷം വന്നാലും സന്താപം വന്നാലും ആരാധിക്കും എൻ്റെ ദൈവത്തെ, ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ മനസ്സോടെ, ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ ഹൃദയമോടെ.
കർത്താവെ കൈവിടരുതേ. കർത്താവേ അങ്ങയുടെ കൃപയും സമാധാനം ഞങ്ങളുടെ കൂടെ ഉണ്ടാകണമേ. ഞങ്ങളുടെ കണ്ണുനീരിനും ഞങ്ങളുടെ ദുഃഖത്തിനും ഞങ്ങളുടെ നിലവിളിക്കും അങ്ങ് ഉത്തരമരുളണമേ. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ, ഞങ്ങളുടെ നിലവിളി കേൾക്കണമേ. കണ്ണുനീര് കാണണമേ, ദുരിതങ്ങൾ അറിയണമേ, ക്ലേശങ്ങൾ അറിയണമേ, ഞങ്ങളുടെ ബലഹീനതകൾ അറിയണമേ. അങ്ങയുടെ തിരുമുമ്പാകെ ഞങ്ങൾ ചെയ്തു പോയിട്ടുള്ള സർവ്വതെറ്റുകൾക്ക് ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു. പിതാവായ അബ്രഹാത്തെയും ഇസ്ഹാക്കിനെയും യാക്കോബിനെയും അനുഗ്രഹിച്ച് അത് കൂടെ യാത്ര ചെയ്ത ദൈവമേ, ദിനത്തിന്റെ കൂടെ നടന്ന ദൈവമേ, ഇമ്മാനുവേലായ കർത്താവേ സംശയായേ അങ്ങ് ഞങ്ങളുടെ കൂടെ ഉണ്ടാകണമേ. ഞങ്ങളുടെ ജീവിത ക്ലേശങ്ങളുടെ നടുവിലും ഞങ്ങളുടെ സുഖദുഃഖങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടാകണമേ. ഞങ്ങളുടെ മാതാപിതാക്കളോട് കൂടെ, ഞങ്ങളുടെ മക്കളോട് കൂടെ, ജീവിത പങ്കാളിയോടുകൂടെ, തിരുസഭയോടുകൂടെ, ഞങ്ങളുടെ വൈദികരോടുകൂടെ, സന്യസ്തരോട് കൂടെ, ദൈവജനത്തോടു കൂടെ യാത്ര ചെയ്യണമേ. അറിഞ്ഞുമറിയാതെ ഞങ്ങളങ്ങേ രോഗിച്ചിട്ടുള്ള കഴിഞ്ഞ നാളുകളോട് വാക്കാലും വിചാരത്താലും പ്രവർത്തിയാലും ഉപേക്ഷയാലും ഞങ്ങൾ ചെയ്തു പോയിട്ടുള്ള സർവ്വവിധ പാപങ്ങൾക്ക് ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു. ദൈവമേ, കരുണയും കൃപയും കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. കർത്താവേ, ഞങ്ങളുടെ കൂടെ യാത്ര ചെയ്യണമേ. കൈവിടരുതേ, ഞങ്ങളെ കൈവിടരുതേ. അഹങ്കാരം മൂലം ഞങ്ങൾ ചെയ്തുപോയ പാപങ്ങൾ നിരവധിയാണ്. അഹന്ത മൂലം ഞങ്ങൾ ചെയ്തുപോയ പാപങ്ങൾ നിരവധിയാണ്. ധനമോഹം കൊണ്ട് ഞങ്ങൾ ചെയ്ത പാപങ്ങൾ അനവധിയാണ്. കർത്താവേ, ഞങ്ങളോട് പൊറുക്കണമേ, ക്ഷമിക്കണമേ. ഞങ്ങളുടെ കൂടെയുള്ള ദൈവമേ, ഞങ്ങളെ കൈവിടാതെ കാത്തു സൂക്ഷിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇരുകരമുയർത്തി ഉച്ചവിളിച്ചോ. എല്ലാ ബന്ധനങ്ങളും അഴിഞ്ഞുപോട്ടെ യേശുനാമത്തിൽ. ഈശ്വര രക്തത്താൽ പാപത്തിന്റെ സാത്താന്റെ കെട്ടുകൾ അഴിഞ്ഞു പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. Jesus, we love you, Jesus. Hallelujah, Jesus, we love you, Jesus. Hallelujah, Jesus, we love you, Lord, we love you. Worship you, Jesus. His body so good. കൂടെയുള്ള ദൈവം നന്ദി പറയുന്നു. കഷ്ടങ്ങൾ വന്നാലും നഷ്ടങ്ങൾ വന്നാലും ആരാധിക്കും എൻ്റെ ദൈവത്തെ. രോഗത്തിൻ മുൻപിലും ക്ലേശത്തിൻ നടുവിലും ആരാധിക്കും എൻ്റെ ദൈവത്തെ. കഷ്ടങ്ങൾ വന്നാലും നഷ്ടങ്ങൾ വന്നാലും ആരാധിക്കും എൻ്റെ ദൈവത്തെ. രോഗത്തിൻ മുൻപിലും ക്ലേശത്തിൻ നടുവിലും ആരാധിക്കും എൻ്റെ ദൈവത്തെ. വൈരികൾ എതിർത്താൽ ജീവനെ മറന്നു ഞാൻ ആരാധിക്കും എൻ്റെ ദൈവത്തെ. വൈരികൾ എതിർത്താൽ ജീവനെ മറന്നു ഞാൻ ആരാധിക്കും എൻ്റെ ദൈവത്തെ. ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ മനസ്സോടെ. ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ ഹൃദയമോടെ. ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ ശക്തിയോടെ. ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ ശക്തിയോടെ. നാമത്തിൽ കൽപ്പിക്കുന്നു. സാത്താന്റെ പീഡകളിൽ കഴിയുന്ന ഏതെങ്കിലും വ്യക്തിയോ കുടുംബമോ കൂട്ടായി പങ്കെടുക്കുന്നുണ്ടെങ്കിൽ അവന്റെ മേലുള്ള അവളുടെ മേലുള്ള തിന്മയുടെ ശക്തികളോട് കൽപ്പിക്കുന്നു. ഈശ്വരനാമത്തിൽ മാറിപ്പോകാൻ കൽപ്പിക്കുന്നത്. എല്ലാ ബന്ധനടിയട്ടെ, എല്ലാ പൈശാചിക പീഡകൾ വിട്ടുപോട്ടെ, രോഗപീഡകൾ വിട്ടുപോട്ടെ. നാമത്തിൽ ദൈവകൃപ കൊണ്ടുവരട്ടെ. സമാധാനം സർവ്വമക്കൾ സമാധാനം ഉണ്ടാകട്ടെ.
ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ ഹൃദയമോടെ. ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ മനസ്സോടെ. ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ ഹൃദയമോടെ. ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ ശക്തിയോടെ. ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ ശക്തിയോടെ. ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ മനസ്സോടെ. ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ ഹൃദയമോടെ. ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യുന്നു. എന്റെ വിജയകരമായ വലത്ത് കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും. നിന്നെ ദ്വേഷിക്കുന്നവർ ലജ്ജിച്ച് തലതാഴ്ത്തും. നിന്നോട് ഏറ്റുമുട്ടുന്നവർ നശിച്ചൊന്നുമല്ലാതായിത്തീരും. നിന്നോട് സണ്ട കൂടുന്നവരെ നീ അന്വേഷിക്കും, കണ്ടെത്തുകയില്ല. നിന്നോട് പോരാടുന്നവർ ശൂന്യനാകും. നിന്റെ ദൈവവും കർത്താവായ ഞാൻ നിന്റെ വലത് കൈ പിടിച്ചിരിക്കുന്നു. ഞാനാണ് പറയുന്നത്, ഭയപ്പെടണ്ട, ഞാൻ നിന്നെ സഹായിക്കും. അവരുടെ ചെന്ന്